നമ്മളിന്ന് ഈ പഴയ നിയമത്തിലെ ഒരു പുസ്തകം ഒന്ന് പരിചയപ്പെടുന്നു. എൻ്റെ ഒരു ലക്ഷ്യം അതൊക്കെയാണ്. നിങ്ങൾക്ക് അറിയാവുന്ന കഥകളൊക്കെ വെറുതെ ഒന്ന് എടുത്തൊന്ന് വ്യാഖ്യാനിക്കുക, ജീവിതഗന്ധിയാക്കാനായിട്ട് നോക്കുക. പുതിയ നിയമം മാത്രമല്ല, പഴയ നിയമത്തിനും ഒരു സാങ്കത്യവും അർത്ഥമൊക്കെ ഉണ്ടെന്നൊക്കെ ഒന്ന് പഠിക്കുക. നമ്മൾ ഇന്ന് എടുത്തിരിക്കുന്നത് ദിനവൃത്താന്തം എന്ന് പറയുന്ന പുസ്തകമാണ്. നിങ്ങൾ ഈ ദിനവൃത്താന്ത പുസ്തകം വായിച്ചിട്ട് നോക്കിയിട്ടുണ്ടൊക്കെ ആവും അല്ലെ? നോക്കിയിട്ടുണ്ടാവണം. ഒന്നും രണ്ട് പുസ്തകമുണ്ട് അതിനകത്ത്. ഈ ബൈബിളിന്റെ ഒരു ഡിവിഷൻ ഒന്ന് അറിഞ്ഞിരിക്കുന്ന നല്ലതാണ്. ഇപ്പോഴും മനസ്സിലൊന്നും ഉണ്ടാകട്ടെ. ആദ്യ 5 പുസ്തകങ്ങൾ പഞ്ചഗ്രന്ഥം, അത് കഴിഞ്ഞ് വരുന്നത് ചരിത്ര ഗ്രന്ഥങ്ങളാണ്. ചരിത്ര പുസ്തകങ്ങൾ എന്ന് പറയും. ഹിസ്റ്റോറിക്കൽ ബുക്സ് എന്നാണ് പറയുന്നത്. ജോഷുവയുടെ പുസ്തകം തുടങ്ങി രാജാക്കന്മാരുടെ പുസ്തകം വരെ അതിനെ നമ്മൾ ചരിത്ര ഗ്രന്ഥങ്ങൾ എന്ന് പറയും. എന്തുകൊണ്ടാന്ന് ചോദിച്ചാൽ ഇസ്രായേലിന്റെ ചരിത്രം, കാനാൻ ദേശത്ത് പ്രവേശിച്ചത് തുടങ്ങി പ്രവാസത്തിലേക്ക് പോകുന്നത്, പ്രവാസം കഴിഞ്ഞ് തിരിച്ചു വരുന്നത്, അതാണ് എസ്ര, നെഹമിയ. പിന്നെ അത് കഴിഞ്ഞിട്ട് ഈ പേർഷ്യക്കാരുടെ കാലഘട്ടം, ഗ്രീക്കുകാരുടെ കാലഘട്ടം, അതൊക്കെയാണ് മക്കബായരുടെ കാലഘട്ടമൊക്കെ. അപ്പൊ അതായത് ഇസ്രായേലിന്റെ ഒരു 1000 ചില്ലാൻ വർഷത്തെ ചരിത്രമാണ് ചരിത്ര ഗ്രന്ഥങ്ങളിലുള്ളത്. അപ്പൊ ഈ ചരിത്ര പുസ്തകങ്ങളുടെ പാരലായിട്ട് പോകുന്നതാണ് പ്രവാചക ഗ്രന്ഥങ്ങൾ. ഓക്കെ, ചരിത്ര ഗ്രന്ഥങ്ങളിൽ ചരിത്ര അനാവരണം ചെയ്യുമ്പോൾ പ്രവാചക ഗ്രന്ഥങ്ങളിൽ അതിന്റെ വ്യാഖ്യാനമായിരിക്കും. എന്തുകൊണ്ട് ഇങ്ങനെ ചരിത്രം? അപ്പൊ ദൈവത്തിൽ നിങ്ങൾ അകന്നു പോയിട്ടാണ് ഇങ്ങനെ നിങ്ങൾക്ക് ഗതികെട്ട ചരിത്രം ഉണ്ടായത്. ഇതൊക്കെയാണ് പ്രവാചകന്മാര് പരിശ്രമിക്കുന്നത്. അപ്പൊ അവര് ഈ ഗ്രന്ഥങ്ങളിലൊക്കെയുള്ള ദൈവശാസ്ത്രം എന്ന് പറഞ്ഞാല്, പാപം ചെയ്താല് മനുഷ്യന് ശിക്ഷ കിട്ടും. സിൻ പാപം, പണിഷ്മെന്റ്, ചാസ്റ്റൈസ്മെന്റ് എന്ന് പറയുവര്. സിൻ, പണിഷ്മെന്റ്. എന്തിനാണ് ദൈവം ശിക്ഷിക്കുന്നത്? അത് മാനസാന്തരപ്പെടാൻ വേണ്ടിയാണ്. അപ്പൊ റിപ്പൻഡൻസ്. ഇനി മാനസാന്തരപ്പെട്ടാലോ ദൈവം വീണ്ടും എടുക്കും. അതിനാണ് റെസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഇതാണ് ഈ ബൈബിളിലെ ഈ ഗ്രന്ഥങ്ങളുടെ ഒക്കെ ഇതിവൃത്തം. അത് നിങ്ങൾ പ്രവാചക ഗ്രന്ഥങ്ങൾ നോക്കിക്കോ, ചരിത്ര പുസ്തകങ്ങള്, ജോഷുവയുടെ പുസ്തകം തുടങ്ങി എസ്ര, നെഹമിയ, മക്കബായരൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു തിയോളജിയാണ് മെയിൻ ആയിട്ട് പോകുന്നത്. പാപം ചെയ്താൽ ഉടനെ നിങ്ങൾക്ക് അടി കിട്ടിയിരിക്കും. അടി കിട്ടുന്നത് ദൈവം നിങ്ങളെ ശിക്ഷിക്കുന്നതല്ല, നിങ്ങളെ ശരിയാക്കാൻ വേണ്ടിയാണ്. കൊച്ചിനെ അപ്പൻ അടിക്കുന്നത് എന്തിനാണ്? കൊച്ചിനെ കൊല്ലാൻ വേണ്ടിയല്ല. കൊച്ചിനെ ശിക്ഷിക്കുന്നത് അവന് നന്മ വരാൻ വേണ്ടിയാണ്. അതാണ്. അപ്പൊ ഇതിനെയാണ് നമ്മൾ തീർച്ചയായിട്ടും ഈ ഒരു തിയോളജി ആയിട്ട് കാണുന്നത്. ഓക്കെ, അതുകൊണ്ടാണ് ജോബ് പാപം ചെയ്തിട്ടാണ്, ജോബിന് തെറ്റ് ചെയ്തിട്ടാണ് അവന് അങ്ങനെ ഗതികേട് വരുന്നതാണ് കൂട്ടുകാരൊക്കെ സ്ഥാപിക്കാനായിട്ട് ശ്രമിക്കുന്നത്. ജോബ് അല്ല എന്ന് പറയും. ഓക്കെ, ഇതൊക്കെയാണ് ഈ പുസ്തകങ്ങൾ. അതുകൊണ്ട് ഇങ്ങനെയുള്ള പുസ്തകങ്ങൾ വായിക്കുമ്പോൾ വെറുതെ വചനം എന്ന് പറഞ്ഞ് പഠിക്കാതെ ഇതിന്റെ ഒരു ഇതിവൃത്തം, തിയോളജി ഒക്കെ ഉണ്ട്. അതിനെ ബേസ് ചെയ്തിട്ടാണ് ഈ ഗ്രന്ഥങ്ങളെല്ലാം പോകുന്നത്. അപ്പൊ നമ്മുടെ ഈ ഈ ദിനവൃത്താന്ത പുസ്തകങ്ങൾ എന്താന്ന് ചോദിച്ചാല്, ദിനവൃത്താന്ത പുസ്തകങ്ങൾ ശരിക്കും ഒരു ഇവാലുവേഷനാണ്, ഒരു തിയോളജിക്കൽ ഇവാലുവേഷനാണ് ദിനവൃത്താന്തം. ക്രോണിക്കിൾസ് എന്നാണ് അതിന്റെ ഇംഗ്ലീഷ് പദം. ഇപ്പൊ നമുക്കറിയാം, നമ്മൾ സ്ഥാപനങ്ങൾക്കൊക്കെ, പള്ളിക്കൊക്കെ ക്രോണിക്കിൾസ് ഉണ്ട്. നാളാഗമം എന്ന് പറയും. അതാത് ദിവസം നടന്നത് വികാരിച്ചൻ അല്ലെങ്കിൽ ആരെങ്കിലും എഴുതി വെക്കണം ചരിത്രമായിട്ട്. അതാണ് ഈ ദിനവൃത്താന്തം. ഓരോ ദിനത്തെയും ദൃഷ്ടാന്തങ്ങൾ എഴുതി വെക്കുന്നതിനെയാണ് ദിനവൃത്താന്തം എന്ന് പറയുന്നത്. അപ്പൊ ഇതിനകത്ത് ദിനവൃത്താന്തം എന്താന്ന് ചോദിച്ചാല് 1-2 പുസ്തകങ്ങളാണ് ഉള്ളത്. ദിനവൃത്താന്ത പുസ്തകം. അപ്പൊ ഒന്നാമത്തെ പുസ്തകം സത്യത്തില് സാമുവേലിന്റെ 1-2 പുസ്തകങ്ങളുടെ റീ ഇവാലുവേഷൻ ആണ് ഒന്നാമത്തെ ദിനവൃത്താന്തം. അപ്പൊ രണ്ടാമത്തെ ദിനവൃത്താന്ത പുസ്തകം എന്താണെന്ന് ചോദിച്ചാൽ അത് രാജാക്കന്മാരുടെ പുസ്തകമുണ്ട് 1-2, അതിന്റെ ഒരു റീ ഇവാലുവേഷൻ ആണ് രണ്ടാം ദിനവൃത്താന്തം. ക്ലിയർ ആണല്ലോ അല്ലെ? അപ്പൊ റിപ്പീറ്റേഷൻ ആണ് അതുകൊണ്ട് ഈ കഥകൾ മുഴുവൻ. പക്ഷെ ഒന്ന് ചരിത്രം നടക്കുന്ന അതിന്റെ പശ്ചാത്തലത്തിൽ എഴുതിയത്, ചരിത്ര ആസെറ്റ്സ്. പക്ഷെ ദിനവൃത്താന്തങ്ങളിൽ അതിനൊരു തിയോളജൈസിങ് ആണ്. ഒപ്പം അതിനൊരു കാരണം, എന്തുകൊണ്ട് ഈ രാജ്യം ഇങ്ങനെ ആയിപ്പോയി, അതിനൊരു കാരണവും ദൈവശാസ്ത്രപരമായിട്ടൊരു മാനം അവർ നൽകുന്നു. അപ്പൊ നിങ്ങൾ ദിനവൃത്താന്ത പുസ്തകം വായിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അതിനകത്ത് എല്ലാ കഥകളും സംഭവങ്ങളും ഒന്നുകിൽ നിങ്ങൾ രാജാക്കന്മാരുടെ പുസ്തകത്തിൽ അല്ലെങ്കിൽ ഈ സാമൂഹലിന്റെ പുസ്തകത്തിൽ കാണുന്നതായിരിക്കും. ഇത്രയൊന്ന് ആമുഖമായിട്ടൊന്ന് പറഞ്ഞിട്ട് നമ്മൾ ഒന്ന് തുടങ്ങുകയാണ്. നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുകയാണ്. വെറുതെ ഞാൻ പറയുന്നത് കേട്ടിട്ട് പോകരുത്. ബൈബിൾ പഠിക്കുന്നതൊക്കെ ഇങ്ങനെയാണ്. അല്ലാതെ ബൈബിളിനൊരു ഉത്ഭവമൊക്കെ ഉണ്ട്. വെറുതെ തോന്നിയ പോലെ അങ്ങനെ കുറച്ച് പേര് അവരുടെ തോന്നിയാസം എഴുതി വെച്ചേക്കുന്നതല്ല. ഹിസ്റ്ററി, അതിനൊരു ചരിത്രം. തീർച്ചയായിട്ടും ഓരോ ഗ്രന്ഥത്തിനും ഒരു ലക്ഷ്യമുണ്ട്. അതെന്താണെന്ന് കണ്ടെത്തുക.
ഓക്കെ, നമ്മൾ ഇന്ന് എടുക്കുന്നത് ദിനവൃത്താന്തത്തിന്റെ പുസ്തകം 1-ാം ദിനവൃത്താന്തം അധ്യായം 21 1 മുതൽ 30 വരെയുള്ള വാക്യങ്ങളാണ്. ഇതേ സംഭവം 2 സാമുവേലിന്റെ പുസ്തകത്തിൽ 24 അധ്യായത്തിൽ ഇങ്ങനെ തന്നെ കാണാം. ഓക്കെ, ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ, അതായത് 1 സാമുവേല് 2 സാമുവേല് പുസ്തകങ്ങൾ ഒരുമിക്കുന്നതാണ് 1-ാം ദിനവൃത്താന്തം. 1 രാജാക്കന്മാര് 2 രാജാക്കന്മാര് ഒരുമിക്കുന്നതാണ് 2-ാം ദിനവൃത്താന്തം. അപ്പൊ സ്വാഭാവികമായിട്ട് മൊണാർക്കി രാജ്യത്വത്തിന്റെ കാലഘട്ടത്തിൽ എന്തൊക്കെ നടന്നോ അതെല്ലാം ഈ പുസ്തകങ്ങളിലേക്ക് ഇവരെടുക്കും. ഇന്നത്തെ ഇവിടെ പ്രമേയം എന്താന്ന് ചോദിച്ചാല്, ദാവീദുമായിട്ട് ബന്ധപ്പെട്ട ഒരു വലിയൊരു കഥയാണ് ഇവിടെ നടക്കുന്നത്. വളരെ പ്രധാനപ്പെട്ട ഒരു ചരിത്ര സംഭവമാണിത്. പ്രത്യേകിച്ച് ജെറുസലേം ദേവാലയത്തിന്റെ ആവിർഭാവത്തെ പറ്റിയുള്ള ഒരു സംഭവമാണ് ഇവിടെ ഇന്ന് നമ്മൾ പരാമർശിക്കുന്നത്. ഓക്കെ, നിങ്ങളത് വായിച്ചിട്ട് ഞാൻ വിശ്വസിക്കുകയാണ്. ഒന്നാമത്തേല് സാത്താൻ എന്നൊരു പദം ആദ്യമായിട്ട് നൗണായിട്ട് ഉപയോഗിക്കുന്നത് ഇവിടെയാണ്, സാത്താൻ. ഓക്കെ, ഞാനിപ്പോ വിൻസെന്റ് ചേട്ടനൊന്ന് ഓണാക്കാവോ, അൺമ്യൂട്ട് ചെയ്യാം വിൻസെന്റ് ജെസ്സി. അവരെന്റെ കൂടെ ബൈബിളൊക്കെ പഠിക്കാൻ വന്നിട്ടുണ്ട് കുറച്ച്. സാത്താൻ എന്ന് പറയുമ്പോൾ ആദ്യം മനസ്സിൽ വരുന്നത് എന്താ? ഭാര്യ ഭർത്താവ്. എനിക്ക് എന്റെ ബൈബിൾ പഠിക്കുന്നതിന് മുമ്പൊക്കെ എന്റെ മനസ്സിൽ ഒരു പാമ്പിന്റെ രൂപം, ഇപ്പൊ നമ്മള് ഡ്രാക്കുളയൊക്കെ പോലത്തെ ആ ഒരു ചിത്രമായിരുന്നു. ഓക്കെ, കണ്ടിട്ടുണ്ടോ? ഇല്ലല്ലോ. ഇല്ല കണ്ടിട്ടില്ല. ജസ്റ്റ് ഈ സാത്താൻ എന്ന് പറയുമ്പോ വെറുതെ ഒരാളുടെ മനസ്സിൽ കയറി വരുന്ന സാധനം എന്തായിരിക്കും? സാത്താൻ പ്രേരിപ്പിക്കല്, ദുഷ്ടചിന്തകള് ദൈവത്തിനെതിരായി ഇടപെടാൻ പ്രേരിപ്പിക്കും, വെരി ഗുഡ്. ദൈവത്തിനെതിരായി എന്തെങ്കിലും ചെയ്യാൻ പ്രേരിപ്പിക്കും. അതിനെ നമ്മൾ വിളിക്കുന്ന വാക്കാണ് സാത്താൻ. ഓക്കെ അല്ലേ? അങ്ങനെയല്ലേ? വേറെ ആരെങ്കിലും ഒന്ന് ഇതല്ലോ? താങ്ക് യു കേട്ടോ, നിങ്ങൾ നന്നായിട്ട് പറഞ്ഞു. വേറെ ആരെങ്കിലും നിങ്ങളുടെ മനസ്സിൽ ഈ സാത്താൻ എന്നുള്ളത് എന്താണ് മനസ്സിൽ കിടക്കുന്ന സാധനം? കാരണം നമ്മൾ അപ്പ് ആൻഡ് ഡൗൺ ഉപയോഗിക്കുന്ന സാധനമാണ്, തലങ്ങും വിലങ്ങും ഒക്കെ ഉപയോഗിക്കുന്നതാണ്. ദേഷ്യമോ നീ പിടിപ്പിച്ചാതെ ജഗത്താനെ എന്നൊക്കെ പറയുന്നതാണ്. അതുകൊണ്ടാണ് നമ്മുടെ വീട്ടിലൊക്കെ ഭാഷയിൽ പെട്ടതാണത്. പക്ഷെ നമ്മുടെയൊക്കെ ഒരു കോൺട്രിബ്യൂഷൻ ആണ് എന്ന് പറഞ്ഞാല് ബൈബിള് ലോകത്തുനിന്ന് വന്നതാണ്. വേറെ ആരെങ്കിലും? പോളേട്ടം തുറന്നിട്ടുണ്ടല്ലോ കാറ്റീസത്തിന്റെ ഒക്കെ എക്സ്പീരിയൻസ്. നന്മയിൽ നിന്ന് തിന്മയിലേക്കുള്ള ഒരു പ്രലോഭനത്തിന്റെ ഒരു വക്താവ് എന്ന്. ഓക്കെ, വക്താവാണ്. ഓക്കെ, ശരി, ഒന്ന് മ്യൂട്ട് ചെയ്യുന്നുള്ളൂ കേട്ടോ. ഓക്കെ, നമുക്ക് ഏതായാലും ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ നമ്മൾ ബേസിക് ആയിട്ട് ഉപയോഗിക്കുന്ന കാര്യങ്ങളാണല്ലോ. അപ്പൊ നോക്കി, സാത്താൻ ഇസ്രായേലിനെതിരെ ഉണർന്ന് ഇസ്രായേലിന്റെ ജനസംഖ്യ എടുക്കാൻ ദാവീദിനെ പ്രേരിപ്പിച്ചു. അപ്പോ ദാവീദിന് ഒരു തെറ്റ് ചെയ്തതിനെ അതിന്റെ കാരണക്കാരൻ ആരാന്ന് ഇവിടെ എഴുതി വെച്ചേക്കാണ്, സാത്താൻ പ്രേരിപ്പിച്ചതുകൊണ്ടാണ്. ഇനി ഇതിന് ഓപ്പോസിറ്റ് പുതിയ നിയമത്തിൽ വരുന്ന ഒരാൾ ആരായിരിക്കും? സാത്താൻ ഓപ്പോസിറ്റ് നന്മ ചെയ്യാൻ പ്രേരിപ്പിക്കുന്നത് ആരായിരിക്കും? വികാരിയച്ഛൻ ആണോ? അല്ല, കണ്ടോ? അപ്പൊ ഈവിൾ സ്പിരിറ്റ് ആൻഡ് ഹോളി സ്പിരിറ്റ് അല്ലെ? ഈവിൾ സ്പിരിറ്റ് ആൻഡ് ഹോളി സ്പിരിറ്റ്. അപ്പോ പുതിയ നിയമത്തിന്റെ കോണ്ടെക്സ്റ്റിലാണ് പരിശുദ്ധാത്മാവ് ഒക്കെ നമ്മളെ നന്മ ചെയ്യാൻ പ്രേരിപ്പിക്കുന്നതൊക്കെ വരുന്നത്. ഈ സാത്താൻ എന്നുള്ളത് ഇതുപോലെ ചില മനുഷ്യരുടെ പ്രശ്നങ്ങൾക്ക് സാത്താനെ നമ്മളെ കുറ്റവാളിയായിട്ട് ചിത്രീകരിക്കുന്നുണ്ട്. ബൈബിളിൽ തന്നെയുണ്ട്, സാത്താൻ പ്രേരിപ്പിച്ചു അതുകൊണ്ട് ചെയ്തത്. അതാരൊക്കെയാണെന്ന് പറയാമോ? നിങ്ങളുടെ അനുഭവത്തിൽ നിന്നൊക്കെ പറയാം, ബൈബിളിൽ നിന്നുള്ളത്. അതല്ല, പക്ഷെ ഹവ്വയുടെ അവിടെ എങ്ങനെ എഴുതിയിട്ടുണ്ടോ? ജോബിനെ എന്റെ അടുത്തേക്ക് വരുന്നുണ്ട്. പിന്നെ ഒരു പ്രധാനപ്പെട്ട ഒരാളെ സാത്താൻ പ്രലോഭിപ്പിക്കാൻ വരുന്നുണ്ട്. സാത്താൻ തന്നെ എങ്ങനെ കൊണ്ടുപോകാന്? മരുഭൂമിയിലെ പരീക്ഷണം. യേശുവിനെ പരീക്ഷിക്കുന്നത്. ഓക്കെ, അപ്പൊ നിങ്ങൾ നോക്കി, ബൈബിളില് ഈ തിന്മ സ്റ്റാർട്ട് ചെയ്യുന്നതിനൊക്കെ പ്രതീകാത്മകമായിട്ട് ഈ സാത്താനെ കൊണ്ടൊന്ന് പ്രതിഷ്ഠിക്കുന്നുണ്ട്. സത്യത്തില് സാത്താൻ എന്താന്ന് വെച്ചാൽ ഷട്ടാൻ എന്നൊരു പദമാണ് ഈ ബൈബിളില് ഹീബ്രുവിലൊക്കെ ഉപയോഗിക്കുന്നത്. അപ്പൊ അത് വെർബായിട്ട് ഉപയോഗിക്കും, നൗണായിട്ട് ഉപയോഗിക്കും. അർത്ഥം ഇത്രയേ ഉള്ളൂ: എതിർക്കുക, തടസ്സം നിൽക്കുക, അല്ലെങ്കിൽ നൗണൊക്കെ ആണെങ്കിൽ എതിരാളി, ഒപ്പോണന്റ്, അഡ്വേഴ്സറി. നിങ്ങളൊക്കെ പറഞ്ഞ ഇതൊക്കെ തന്നെയാണ് ഇതിന്റെ ലിറ്ററൽ മീനിങ് ആയിട്ട് വരുന്നത്. ഉദാഹരണം, ബാലാമിന്റെ കഥയില്ലേ, നമ്പേഴ്സ് 22, സംഖ്യയുടെ പുസ്തകത്തില്, ആ കഴുത മുമ്പോട്ട് പോകുമ്പോ ദൈവദൂതൻ തടഞ്ഞു എന്നുള്ളതിന് വെർബായിട്ട് ഉപയോഗിക്കുന്ന ഈ സാത്താൻ എന്ന പദമാണ് ക്രിയാപദമായിട്ട് ഉപയോഗിക്കുന്നത്.
അപ്പൊ തടയുക എന്ന അർത്ഥമാണ് ഈ സാത്താൻ. അപ്പൊ നിങ്ങൾ പറഞ്ഞതിന് വിളിച്ചതിൽ നന്മയിലേക്കുള്ള നമ്മുടെ തടസ്സം എന്തൊക്കെയാണ്, അതിനെയൊക്കെ ഈ തിന്മയുടെ സ്വാധീനമായിട്ട് ഉപയോഗിക്കുക. ഇനി നമ്മുടെ ഈ കാറ്റഗിസം ഓഫ് ദ കാത്തലിക് ചർച്ച് സഭയുടെ മതബോധന ഗ്രന്ഥം നമ്മളോട് പറയുന്നത്, വേണമെങ്കിൽ നിങ്ങൾക്ക് പിശാചിന്റെ പേരുകളൊക്കെ വേണമെങ്കിൽ പറയാലോ, ചിലതൊക്കെ നമ്മൾ പറയുന്നത്. ഇപ്പൊ അടുത്തൊരു സിനിമയൊക്കെ ഇറങ്ങി, എമ്പുരാൻ എന്നൊക്കെ പേരൊക്കെ ഇട്ട്, തമോഗർത്തങ്ങളിൽ. അതൊക്കെ അവർക്ക് കിട്ടിയത് ഈ ബൈബിൾ പശ്ചാത്തലത്തിൽ നിന്നാണ്. നിങ്ങൾ പറ്റുമെങ്കിൽ യേശയ്യായുടെ പുസ്തകം 14 അധ്യായം 12 എടുക്കാവോ? ബൈബിൾ ആരെങ്കിലും കയ്യിലുണ്ടെങ്കിൽ യേശയ്യ 14:12. ഉഷസിന്റെ പുത്രനായ പ്രഭാത നക്ഷത്രമേ, നീ എങ്ങനെ ആകാശത്ത് നിന്ന് വീണു? ഓക്കെ, കണ്ടിന്യൂ. ജനതകളെ കീഴടക്കിയിരുന്ന നിന്നെ എങ്ങനെ തറയിൽ വെട്ടിവീഴ്ത്തി? ഓക്കെ, അപ്പോ നീ തന്നെത്താൻ പറഞ്ഞു. താങ്ക് യു. ഓക്കെ, വായിച്ചോ. തന്നെത്താൻ പറഞ്ഞു, ഞാൻ സ്വർഗത്തിലേക്ക് കയറും, ഉന്നതത്തിൽ ദൈവത്തിന്റെ നക്ഷത്രങ്ങൾക്കുപരി എന്റെ സിംഹാസനം ഞാൻ സ്ഥാപിക്കും. ഓക്കെ. അപ്പൊ ഇവിടെ ഇത് ബാബിലോണിനെയാണ് സത്യത്തിൽ പറയുന്നത്, ബാബിലോൺ രാജാവിനെയാണ് സത്യത്തിൽ പറയുന്നത്. പക്ഷെ പ്രതീകാത്മകത ഉഷസിന്റെ പുത്രനായ പ്രഭാത നക്ഷത്രമേ. നമ്മള് ലൂസിഫർ അല്ലെ, ലൂസ് എന്ന പദം പ്രകാശം എന്നാണ് അർത്ഥം, ലൂസ്. അപ്പൊ സ്വാഭാവികം ഓർ എന്നൊക്കെ വിളിക്കും, ഓർ പ്രകാശം, ഉറിയാഹ് ദൈവത്തിന്റെ പ്രകാശം. അപ്പോ സ്വാഭാവികമായിട്ട് ഈ ലൂസിഫറിന്റെ ഒരു ലെജൻഡ് അറിയാം. ബൈബിളിൽ അതൊന്നും പറയുന്നില്ല, പക്ഷെ റബിമാരുടെ വ്യാഖ്യാനത്തിൽ നിന്ന് തീർച്ചയായിട്ടും ഈ പിശാച് ഒരിക്കലും ഒരു നക്ഷത്രം തന്നെയായിരുന്നു, മാലാഖയായിരുന്നു. അത് താഴോട്ട് നിബന്ധിച്ചാണ്. ആ ഒരു ചിന്തയിൽ നിന്നാണ് ഏഷ്യായിലും ഇത് പറയുന്നത്. അപ്പൊ ബാബിലോണിനെയാണ് സത്യത്തില് ഇസ്രായേലിന്റെ അഡ്വേഴ്സറി, എതിരാളി, ഇസ്രായേലിനെ തിന്മയിലേക്ക് കൊണ്ടുപോകുന്നത്. അപ്പൊ ബൈബിളിൽ ഒരു പക്ഷെ ആദ്യമായിട്ട് ഇങ്ങനെ ഒരു പരാമർശമുള്ളത് ഇവിടെയാണ്. ലൂസിഫറിനെ വേണമെങ്കിൽ ചിന്തിക്കാം. അപ്പോ നിബന്ധിച്ച അല്ലെങ്കിൽ ഫോളൻ ഏഞ്ചൽ, വീണുപോയ മാലാഖ എന്നർത്ഥത്തിൽ പിശാചിനെ വിശേഷിപ്പിക്കുന്ന ബൈബിൾ പാരമ്പര്യമുണ്ട്. പിശാച് ആരാന്ന് ചോദിച്ചാല്, സാത്താൻ ആരാന്ന് ചോദിച്ചാല് ഇത് ഈ ഏശയുടെ പുസ്തകത്തിൽ നിന്ന് കിട്ടുന്നതാണത്. ക്ലിയർ ആയല്ലോ? അതുപോലെ തന്നെ ചിലർ പറയും പിശാച് എന്നുള്ളത് ഒരു വ്യക്തിയുടെ ഭാവം, രൂപഭാവങ്ങളുള്ളതാണ്, വ്യക്തി, പേഴ്സണൽ ബീയിങ് എന്ന് പറയും. ചിലവര് അത് സർപ്പത്തോട് ഉപമിക്കാറുണ്ട്. ഉൽപ്പത്തിയുടെ പുസ്തകത്തിന്റെ പ്രതിദാനം ചെയ്ത് സർപ്പം എന്ന് പറയട്ടെ. ഈ കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥം അനുസരിച്ച് ഈ വാക്കുകളിലൊക്കെ സാത്താനെ വിവരിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ക്വാളിഫൈ ചെയ്യുന്നു. പക്ഷെ അവന്റെ പ്രവർത്തികൾ എന്താന്ന് ചോദിച്ചാല് ഈ നമ്മെ പ്രലോഭിപ്പിക്കുക തിന്മയിലേക്ക്. നുണയുടെ പിതാവ്, ഇതൊക്കെയാണ് മതബോധന ഗ്രന്ഥം പറയുന്നത്, നുണയുടെ പിതാവ്. അതുപോലെ തന്നെ തിന്മയിലേക്ക്, എല്ലാ രീതിയിലും തിന്മയിലേക്ക് എന്നെ ഒരുവനെ നിബന്ധിപ്പിക്കുക, അല്ലെങ്കിൽ തിന്മ പ്രചരിപ്പിക്കുന്നത് ആരൊക്കെയാണോ അതൊക്കെ ഈ സാത്താന്റെ ഭാവമാണ് എന്നാണ് പറയുന്നത്. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമ്മൾ നുണ പറയുന്നവരാണെങ്കിൽ നമ്മൾ ആരുടെ മക്കളാകും? സാത്താന്റെ. അത് ക്രിസ്തു പറയുന്നുണ്ട്, നിങ്ങൾ നുണയവരുടെ പിതാവും. അത് സാത്താൻ ആരാന്ന് ചോദിക്കും, ക്രിസ്തു അത് പറയുന്നുണ്ട് അല്ലെ? അപ്പോ നമുക്ക് എളുപ്പത്തിൽ വേണമെങ്കിൽ സാത്താനെ നമ്മുടെ ചുറ്റുപാട് നമുക്ക് കണ്ടെത്താം, വീട്ടിൽ കണ്ടെത്താം, കുടുംബ സാഹചര്യങ്ങളിൽ കണ്ടെത്താം. ആരായിരിക്കും ഈ സാത്താൻ? നമ്മിൽ തന്നെയാണ് സാത്താന്റെ ഭാവങ്ങൾ ഉള്ളത്. അത് ഞാൻ അന്വേഷിച്ച് പുറത്തേക്ക് പോകേണ്ടതില്ല. ഈശോ പറഞ്ഞ പോലെ ദൈവരാജ്യം നിന്നിൽ തന്നെയാണ്. തീർച്ചയായിട്ടും തിന്മയുടെ സ്വാധീനമാണെങ്കിൽ എന്നിലും തിന്മയുടെ രാജ്യം അല്ലെ, ദൈവരാജ്യത്തിന് പകരം പിശാചിന്റെ രാജ്യം എന്നിലും ഉണ്ടാകാം. ഓക്കെ, ഒന്ന് നിങ്ങളുടെ ഒരു മുഖത്തോട് മുഖമൊക്കെ തിരിഞ്ഞോ എന്താന്ന് വെച്ചാലിരിക്കുക. എന്നിട്ട് തിന്മയെ എങ്ങനെയാണ് നമ്മൾ തിരിച്ചറിയുന്നത്? നമ്മുടെ ചുറ്റുപാട്, നമ്മുടെ സാഹചര്യങ്ങളിൽ തിന്മയ്ക്ക് നമ്മൾ പ്രതികരണങ്ങൾ എങ്ങനെയാണ്? തിന്മ അനുഭവിക്കുമ്പോൾ നമ്മുടെ പ്രതികരണങ്ങൾ എന്തായിരിക്കും? തിന്മയെ നമ്മൾ എങ്ങനെ തിരിച്ചറിയുന്നു, വിവേചിച്ചറിയുന്നു? ചിലപ്പോൾ മനസാക്ഷിയായിരിക്കും നമ്മളെ വിവേചിച്ചറിയാനായിട്ട് പഠിപ്പിക്കും. അല്ലെങ്കിൽ നിങ്ങൾ എന്താണ് തിന്മ തിരിച്ചറിയാനായിട്ട് സഹായിക്കുന്നത്? എന്താണ്, എങ്ങനെയാണ് ഈ തിന്മയുടെ പൈശാചിക തലങ്ങളോട് പ്രതികരിക്കുന്നത്? ഇഷ്ടമല്ലാത്തൊരു കാര്യം കേട്ടാൽ എങ്ങനെയാണ് പ്രതികരിക്കുക? വെറുതെ ഒന്ന് സംസാരിച്ചു വയ്ക്കുക അങ്ങോട്ടും ഇങ്ങോട്ടും. കോപം, അസ്വസ്ഥത, മനസ്സില് പ്രസന്നത ഇല്ലായ്മ, ഇതൊക്കെ നമ്മളെ തിന്മയ്ക്കെതിരെ നമ്മൾ പ്രതികരിക്കും. ഒന്നുകൂടി വ്യക്തമാക്കി യാക്കോബേട്ടൻ. നമുക്ക് ഒരു തിന്മ നമുക്കെതിരെ സംഭവിക്കുമ്പോൾ നമുക്ക് മനസ്സിൽ പെട്ടെന്ന് ഒരു അസ്വസ്ഥത വരും, നമുക്ക് കോപം വരും, നമ്മളുടെ മുഖം ഒരു പ്രത്യേക അവസ്ഥയിലായിരിക്കും,
പ്രസന്നമല്ലാത്ത ഒരു അവസ്ഥയിലേക്ക് വരും. അതായത് തിന്മ എന്താണോ അത് നമ്മിലേക്ക് പകർച്ചവ്യാധി പോലെ പിടിക്കുന്നു. അപ്പൊ നമ്മളും തിന്മയുടെ ഭാവങ്ങൾ രൂപമൊക്കെ സ്വീകരിക്കുന്നു അല്ലെ? അതാണ് ഉദ്ദേശിക്കുന്നത്. ശരിയല്ലേ? അല്ലേ? യെസ് യെസ്. ഓക്കെ. അതായത് ഞാൻ തിന്മ അനുഭവിച്ചാൽ ഞാനും തിന്മയായിട്ട് മാറുന്നു. ഓക്കെ. വേറെ ആരെങ്കിലും? അതായത് നമ്മളുടെ മനസാക്ഷി പറയാണ് നീ ചെയ്യുന്നത് തിന്മയാണ് ശരി. എന്ന് പറയുന്നതിനെയാണ് തിന്മ എന്ന് നമുക്ക് പറയാൻ പറ്റുന്നത്. നിങ്ങളുടെ മനസാക്ഷി നിങ്ങളോട് ഏതെങ്കിലും പ്രവൃത്തികൾ ചെയ്യുമ്പോൾ നീ ചെയ്യുന്നത് തിന്മയാണെന്ന് നമ്മളെ മനസാക്ഷി മന്ത്രിക്കുമ്പോൾ അതാണ് തിന്മയെ തിരിച്ചറിയാനുള്ള ഏറ്റവും വലിയ മാർഗമായിട്ട് എനിക്ക് തോന്നുന്നത്. ശരി. അപ്പൊ മനസാക്ഷിയാണ് ഇമ്പോർട്ടന്റ്. അതിനർത്ഥം നമ്മൾ ഏറ്റവും അധികം ശ്രദ്ധിക്കുകയും രൂപപ്പെടുത്തുകയും ചെയ്യേണ്ടത് നല്ല മനസാക്ഷിയാണ്. ദൈവത്തിന്റെ സ്വരം കേൾക്കുന്ന മനസാക്ഷി രൂപീകരിക്കുക. അപ്പൊ അത് ചിലപ്പോഴെങ്കിലും പലർക്കും പറ്റുകയില്ല എന്നുള്ളതും യാഥാർത്ഥ്യമാണ്. നല്ലൊരു ഉത്തരവാണ്. മനസാക്ഷിയാണ് നമ്മൾ നന്മ തിന്മ തിരിച്ചറിയാൻ സഹായിക്കുന്നത്. മനസാക്ഷി മാത്രമാണെന്ന് തോന്നണില്ല അച്ഛാ. ഓക്കെ, പറഞ്ഞോ. അതായത് ഇപ്പോ നമ്മുടെ കൺമുമ്പിൽ കാണുന്ന ഒരു കാര്യം, ഇപ്പൊ കോടതികളിൽ ചെന്ന് കഴിഞ്ഞാൽ വക്കീൽമാര് വാദിക്ക് വേണ്ടി പ്രതിക്ക് വേണ്ടിയിട്ടും വാദിക്കുന്നുണ്ട്. അവര് മനസാക്ഷിനെ മാറ്റി വെച്ചിട്ടാണല്ലോ ഈ കാര്യങ്ങൾ സംസാരിക്കുകയും ഒക്കെ ചെയ്യുന്നത്. അപ്പോ മനസാക്ഷി അനുസരിച്ചല്ല, പലപ്പോഴും അവരുടെ ജോലിയുടെ ഭാഗമായിട്ട് ചിലര് മനസാക്ഷിനെ മാറ്റി വയ്ക്കും. എന്നിട്ട് ആ രീതിയിൽ ഇത് ചെയ്യും. ഇത് കഴിഞ്ഞ് പിന്നീട് വരുമ്പോൾ അവർക്ക് അതൊരു തിന്മയായിട്ട് അവർക്ക് മനസ്സിൽ പോലും തോന്നിക്കാത്തൊരു അവസ്ഥയിലേക്ക് അവർ മാറുകയാണ്. അപ്പൊ അത് നമ്മുടെ നിത്യജീവിതത്തിൽ കാണുന്ന ഒരു കാര്യമാണ്. അപ്പൊ അതുകൊണ്ട് മനസാക്ഷിനെ നമ്മൾ അങ്ങനെ ആ രീതിയിൽ കാണാൻ പറ്റില്ല. മറ്റൊന്നുള്ളത് ഒച്ചത്തിൽ സംസാരിക്കുന്നത് ഇതിന്റെ ഒരു റിയാക്ഷനാണ്. അതെ, ദേഷ്യപ്പെട്ട് കോപത്തോടു കൂടി ഒച്ചയിൽ സംസാരിക്കുക, അത് ഇതിന്റെ ഒരു റിയാക്ഷനായിട്ട് കാണാവുന്ന ഒരു കാര്യമാണ്. വേറെ ആർക്കെങ്കിലും നിങ്ങൾ ഇങ്ങനെയുള്ള വിഷയങ്ങൾ സംസാരിക്കാട്ടോ? നല്ലതാണ്. എപ്പോഴും നമ്മൾ ദാമ്പത്യ പ്രണയം മാത്രം പോരാ, ഇതും പ്രധാനപ്പെട്ടത്. ഓക്കെ. ഷാജി മാഷ് ഒരു മിനിറ്റ്. പോളിംഗ് ദൈവത്തിന്റെ ഇഷ്ടത്തിനെതിരായിട്ടുള്ള പ്രവൃത്തികളെല്ലാം പാവാ, തിന്മയാണ്, പിശാചിയാണ്. ഞാനിപ്പോ ക്ലാരിഫൈ ചെയ്തിട്ട് അങ്ങോട്ട് പോവുകയാണ്. മനസാക്ഷി രൂപീകരണം വളരെ പ്രധാനപ്പെട്ടാണ്. വിൻസെന്റ് ചേട്ടൻ പറഞ്ഞോട് ചേർത്ത് വയ്ക്കുകയാണ്. സത്യത്തിൽ നമുക്ക് ഏകകം മനസാക്ഷിയാണ്. പക്ഷെ ഈ വക്കീലന്മാരുടെ കഥയൊക്കെ പറഞ്ഞപ്പോ അവർ മനസാക്ഷിയെ പണയം വെച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്? അവരുടെ ലാഭത്തിന് വേണ്ടി അത് ചെയ്യുന്നത്. അപ്പൊ നന്മ ശീലമാക്കുന്നവർക്ക് മാത്രമേ ഒരുപക്ഷെ ഈ നന്മയില് ജീവിക്കാനായിട്ട് പറ്റുള്ളൂ. നന്മ ശീലിക്കുക. അതുകൊണ്ടായിരിക്കും നമ്മൾ കുഞ്ഞുനാള് മുതല് നന്മ ശീലിക്കാനായിട്ട് നമ്മെ പഠിപ്പിച്ചതും നന്മയെ വളരാനായിട്ട് സമൂഹം ശ്രമിക്കുന്നു. ഓക്കെ, ഷാജി മാഷ് പറഞ്ഞു. പാപത്തിന്റെ ഒരു വലിയ പ്രതികരണം എന്നത് അസ്വസ്ഥതകൾ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. എവിടേക്കാ നമ്മുടെ ഉള്ളിന്റെ ഉള്ളിലും അതുപോലെ തന്നെ നമ്മുടെ സുഹൃത്തുക്കളിലോ അല്ലെങ്കിൽ നമ്മുടെ ചുറ്റുമുള്ളവരിലും പ്രകൃതിയോടും എല്ലാത്തിനോടും ആ ഒരു അസ്വസ്ഥത ക്രിയേറ്റ് ചെയ്യുന്ന ഒരു വലിയൊരു ഇതായിട്ടാണ് പാപത്തിന്റെ ഒരു പ്രതികരണം. അപ്പൊ അങ്ങനെ ഒരു അസ്വസ്ഥത നമുക്ക് വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും നമ്മുടെ ആ ഒരു നോർമൽ അവസ്ഥയിൽ നിന്ന് മാറി നമ്മുടെ പ്രതികരണങ്ങളൊക്കെ എന്താ പറയുക മറ്റു തലങ്ങളിലേക്കായിട്ട് മാറിപ്പോകുന്ന ഒരു അവസ്ഥയിലേക്ക് നമ്മൾ മാറിച്ചത് എന്നാണ് എനിക്ക്. ഞാൻ ഇതിനൊന്ന് ബന്ധങ്ങൾ എന്ന് പറഞ്ഞോട്ടെ. നല്ല ബന്ധങ്ങൾക്ക് പ്രശ്നമാകും. നല്ല ബന്ധങ്ങൾ അല്ലെ? അതെ. നല്ല ബന്ധങ്ങൾ ഉള്ളിടത്താണ് നമുക്ക് വളർച്ച ഉണ്ടാവുകയുള്ളൂ, മനസ്സിന് ആനന്ദം ഉണ്ടാവുകയുള്ളൂ. ബാക്കിയൊക്കെ സുഖമായിരിക്കാം, ആനന്ദം. നിങ്ങൾക്ക് നിങ്ങളുടെ ദാമ്പത്യത്തിൽ ഒരു ചേർച്ച വരുമ്പോഴാണ് നിങ്ങൾക്ക് ആനന്ദം ഉണ്ടാകുന്നത്. തീർച്ചയായിട്ടും. അപ്പോൾ ഇഷ്യൂസ് ഉണ്ടെങ്കിൽ മുഖത്ത് നോക്കാൻ മടി, അടുത്തിരിക്കാൻ മടി, ഒരുമിച്ച് അല്ലെ ഭക്ഷണം കഴിക്കാൻ മടി നോക്കുക. അപ്പോൾ തിന്മയുടെ സ്വാധീനം നമ്മുടെ ശൈലിയിൽ ഇമ്പാക്ട് അല്ലെങ്കിൽ അതിന്റെ സ്വാധീനം ഉണ്ടാക്കുന്നുണ്ട്. വേറെ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് പറയാം. റൈബ സാറ് എന്താണ് പറയാൻ പോകണ്ടല്ലോ? നമുക്ക് പലപ്പോഴും ജീവിതത്തിൽ തോന്നിയിട്ടുള്ള ഒരു കാര്യമാണ്. ഒന്നാമത്തേത്, നമ്മൾ ചെയ്തിരിക്കുന്നത് ഒരു മനസ്സാക്ഷിക്ക് അനുസൃതമല്ല എന്ന് തോന്നിയാൽ നമ്മുടെ ഉള്ളിലൊരു കുറ്റബോധം തോന്നും. അതിപ്പം വക്കീലുമാരാണെങ്കിൽ പോലും അവര് ചെയ്യുന്നത് തെറ്റല്ലെങ്കിലും അവര് ഇത് കഴിയുമ്പോ ശരിയായില്ല,
എന്ന് പറയുന്ന ചില വക്കീലന്മാരെ എനിക്ക് വളരെ ഭംഗിയായിട്ട് അറിയാം. അതുപോലെ തന്നെ നമുക്കും മനസ്സാക്ഷി വിരുദ്ധമായിട്ട് ചെയ്യാൻ പ്രേരിതമാകും. ചെയ്തു കഴിയുമ്പോൾ ഒരു നിമിഷം കുറച്ച് കഴിയുമ്പോൾ നമുക്ക് തോന്നുന്ന ഒരു വല്ലാത്ത കുറ്റബോധം. പക്ഷെ നമ്മുടെ പ്രശ്നം ആ കുറ്റബോധം മനസ്സിൽ തോന്നിയിട്ട് സോറി പറയാന്ന് പറയുന്നത് നമ്മൾ താന്നു പോണതിന് തുല്യമായിട്ട് ചിലപ്പോൾ നമുക്ക് ഫീൽ ചെയ്യും. അപ്പൊ എന്ത് പറ്റുമെന്ന് വെച്ചാൽ വീണ്ടും ഒരു തിന്മ നമ്മളിൽ വന്നു കഴിയുമ്പോ ഈ ഒരു സോറിയുടെ ഇതുകൊണ്ട് തന്നെ വീണ്ടും അടുത്ത തിന്മയിലേക്ക് ചിലപ്പോ നമ്മൾ അതിനെ വെച്ച് നീട്ടും. അപ്പോഴാണ് നേരത്തെ ഷാജി മാഷൊക്കെ പറഞ്ഞ പോലെ ദേഷ്യം ഭയങ്കരമായിട്ട് വരും. നമുക്ക് ചിലപ്പോ ആരോ പറഞ്ഞു നമുക്ക് ഭയങ്കര ആങ്കറും കൂടെ ആയിരിക്കും. അപ്പം സ്വാഭാവികമായിട്ട് ഇന്ന് മനുഷ്യനിൽ സംഭവിക്കുന്നത് മനുഷ്യന്റെ ഉള്ളിൽ മനസാക്ഷി മരവിച്ചു പോകുന്നതാണ് തിന്മ എന്ന് ഞാൻ കാണുന്നു. മനസാക്ഷി മരവിച്ചു പോകുന്ന മനസാക്ഷിയുടെ സ്വരം മനസ്സിലാക്കിയിട്ട് തിരുത്താൻ പറ്റാത്തത് വൈകാരികമായ ചില ഭാവങ്ങളിലേക്ക് രൂപങ്ങളിലേക്ക് നമ്മളെ കൊണ്ടുപോകുന്നു. അത് മാറ്റാൻ നമ്മൾ ശ്രമിക്കുന്നില്ല. ശരി ശരി, ഓക്കെ. ഈ എല്ലാം തിന്മ ചെയ്തിട്ട് കുറ്റബോധം തോന്നിയിട്ട് പിന്നെ അത് തന്നെ ചെയ്യുന്നത് അല്ലേ, അതിനെ നമുക്ക് എന്ത് പറയല്ലേ, അത് കുറ്റബോധം തോന്നുന്നു. പക്ഷെ അതിൽ നിന്ന് മാറുക എന്നുള്ളതായിരിക്കാം ഒരുപക്ഷെ പ്രതിവിധി അല്ലെ. അതാണ് റിയലി മാനസാന്തരം എന്ന് പറയുന്നത്. അതുകൊണ്ടായിരിക്കും നമ്മൾ നന്മ ശീലിക്കുന്നവർക്ക് മാത്രമേ നല്ല മനസാക്ഷി രൂപീകരിക്കാൻ സാധിക്കുകയുള്ളൂ. നമ്മള് GR-ന്റെ പരിശീലനത്തില് ശീലം എന്ന് പറയും. പരിശീലിക്കുന്നത് കൊണ്ട് ഇത് നടക്കുമെന്ന് നമ്മൾ പറയുന്നത് പോലെ നന്മ എത്ര വട്ടം പരിശീലിക്കാവോ അത്രമാത്രം അതെങ്കിൽ ആഴപ്പെടും എന്നുള്ളതാണ് നമ്മുടെയൊക്കെ അനുഭവങ്ങളും ഒരുപക്ഷെ പഴമക്കാരും പുതുമക്കാരും ഒക്കെ നമ്മളോട് പറയുന്നത്. ഓക്കെ, ഞാൻ ആ തിന്മയുടെ തലം ഒന്ന് നിർത്തുകയാണ്. ഒറ്റ വാക്ക്, സാത്താൻ. നോക്കുക, നമ്മുടെ പാപ പുണ്യം ഈ രണ്ട് മേഖലകളാണ് നമ്മളെ സത്യത്തില് വല്ലാതെ കഷ്ടപ്പെടുത്തുന്നത്. എന്ത് ചെയ്താലും ഒന്ന് പുണ്യം അല്ലെങ്കിൽ തിന്മ. നമ്മുടെ വളർന്ന സാഹചര്യങ്ങളിലൊക്കെ നമ്മുടെ പേരൻസ് തുടങ്ങി അധ്യാപകര് എല്ലാവരും നമ്മളെ ഈ പരിശീലിപ്പിച്ച് ഈ നന്മ തിന്മ പുണ്യം പാപം പിശാച് ചെകുത്താൻ ലോകം ശരീരം ഇതൊക്കെ പറഞ്ഞാണ് നോക്കുക. അപ്പൊ ഇത്തരം ചിന്താഗതികൾ എങ്ങനെയാണ് നൂറ്റാണ്ടുകളായിട്ട് ആളുകളെ സ്വാധീനിച്ചിരുന്നത് നോക്കി. അതായത് ഡൈക്കോട്ടമി എന്ന് പറയും. ഡൈക്കോട്ടമി എന്ന് പറഞ്ഞാൽ രണ്ട് വിരുദ്ധ ശക്തികൾ ലോകത്തിലുണ്ട്. ബൈബിള് തുടങ്ങുന്നത് വെച്ചാണ് നന്മയും തിന്മയും തമ്മിലുള്ള സംഘർഷമാണ് ഈ പറഞ്ഞ സംഭവം. അതുകൊണ്ട് ദൈവിക തലവും ഒരു തിന്മയുടെ തലവും ഉണ്ട് എന്ന് എല്ലാ ഗ്രന്ഥങ്ങളും സ്ഥാപിക്കുന്നു. നമ്മൾ അതിന്റെ ഇരകളായി മാറുന്നു. അപ്പോ തീർച്ചയായിട്ടും ഞാൻ വിശ്വസിക്കും മനുഷ്യനെ ഡിഫൈൻ ചെയ്യണമെങ്കിൽ ഈ നന്മ വേണോ തിന്മ വേണോ തെരഞ്ഞെടുക്കാൻ സംഘർഷത്തിലായിരിക്കുന്ന ഒരു ജീവിയാണ് മനുഷ്യൻ. കാരണം നമുക്ക് എന്തുണ്ട്, ചിന്താശക്തിയുണ്ട്, വിവേചന ശക്തിയുണ്ട്, ഡിസേൺമെന്റ് ഫാക്കൽറ്റീസ് ഒക്കെ ഉണ്ട്. അപ്പൊ ഇത് എങ്ങനെ ഉപയോഗിക്കും എന്നുള്ളതൊക്കെയാണ് ഒരുപക്ഷെ ഈ മതം അതുപോലുള്ള കാര്യങ്ങൾ നമ്മെ പരിശീലിപ്പിക്കുന്നത്. ഓക്കെ, ഞാൻ ആ പോയിന്റ് ഒന്ന് കൺക്ലൂഡ് ചെയ്യുകയാണ്. ഏതായാലും ദാവീദ് സേനാനായകനോട് പറയുകയാണ്, ജനസംഖ്യ എടുക്കാനായിട്ട് പറയുകയാണ്. അപ്പോ നിങ്ങൾ ഇനി ഈ ദിനവൃത്താന്തം 21 വരിക കേട്ടോ, ചാപ്റ്റർ 21. അപ്പൊ ഇദ്ദേഹം പറയും, ദാവീദ് പറയുന്നത് യോവാബിനോട് സേനാനായകന്മാരെ കൽപ്പിച്ചു, നിങ്ങൾ ബേർഷബ മുതൽ ദാൻ വരെയുള്ള ഇസ്രായേലരെ എണ്ണുവിൻ. കേട്ടല്ലോ നിങ്ങൾ. അതായത് ദാൻ മുതൽ ബേർഷബ വരെ. ഈ ദാൻ എന്ന് പറഞ്ഞാൽ ഒരു സ്ഥലത്തിന്റെ പേരാണ്, ബേർഷബ എന്ന് പറഞ്ഞാൽ ഒരു സ്ഥലത്തിന്റെ പേര്. അപ്പൊ ഇത് നമ്മൾ പറയില്ലേ കാശ്മീർ മുതൽ കന്യാകുമാരി വരെ എന്ന് പറഞ്ഞാൽ എന്താണ്, ഇന്ത്യയാണ് എന്നതുപോലെ ബൈബിളിൽ ഉപയോഗിക്കുന്നതാണ് ദാൻ മുതൽ ബേർഷബ വരെ എന്ന് പറഞ്ഞാൽ വിശുദ്ധ നാടിനെ സൂചിപ്പിക്കാൻ ഉപയോഗിക്കുന്നതാണ് ഈ സംഭവം. ഓക്കെ, ദാൻ അങ്ങ് തെക്കാണ്, തെക്ക് അറ്റത്ത് ഹോളി ലാൻഡിന്റെ വിശുദ്ധ നാടിന്റെ. ബേർഷബയാണെങ്കിൽ ഏറ്റവും താഴെ തെക്ക് വടക്കായിട്ട് സൗത്തിലായിട്ട് വരും. ജൂദായുടെ താഴെയായിട്ട് സൈമണിന്റെ ശിമയോൻ ഗോത്രത്തിന്റെ ഭാഗമാണ്. അതേസമയം നഫ്താലി അവര് ഗാലിലിയിലാണ്, അങ്ങറ്റത്ത്. അവിടെയാണ് ഈ ദാൻ എന്ന് പറഞ്ഞ ഒരു സ്ഥലം. അപ്പൊ അത് വിശുദ്ധ നാടിനെ സൂചിപ്പിക്കാനായിട്ട് ഉപയോഗിക്കുന്നതാണ്. ഇനിയും പലയിടത്ത് ഇതുപോലെ നിങ്ങൾ കാണും. അപ്പോൾ ഓർക്കുക, അത് കന്യാകുമാരി ടു കാശ്മീർ എന്ന് പറയുന്ന പോലെ ഒരു സാധനം ആണ്. ഈ ദാവീദ് രാജാവ് ഇത്തരത്തില് ജനസംഖ്യ എണ്ണാനായിട്ട് പറഞ്ഞു. അതിന്റെ പ്രശ്നം എന്താണ്? എന്ത് രാജാവിന് ജനസംഖ്യ എടുക്കാൻ പാടില്ലേ? ഇതെന്താ പ്രശ്നം? അവിടെയാണ് നിങ്ങൾ തിരിച്ചറിയേണ്ടത്. പുറപ്പാടിന്റെ പുസ്തകം 30-ാം അധ്യായം 12, പുറപ്പാട് 30:12. ആരെങ്കിലും ഒന്ന് വായിക്കാവോ?
പുറപ്പാടിന്റെ പുസ്തകം 30:12. നിങ്ങൾ തിരിച്ചറിയേണ്ടത് ഈ പുറപ്പാട് തുടങ്ങി നിയമാവർത്തനം വരെയുള്ള പുസ്തകങ്ങൾ പഞ്ചഗ്രന്ഥിയിൽ ആണ് ഇവരുടെ നിയമങ്ങളുള്ളത്. അപ്പൊ നിയമങ്ങളുടെയൊക്കെ ഒന്നുകിൽ സാധൂകരണം അല്ലെങ്കിൽ ലംഘനമാണ് മറ്റു പുസ്തകങ്ങളൊക്കെ കാണുക. അപ്പൊ ഇവിടെ എഴുതി വെച്ചേക്കണം, നോക്കി ആരൊക്കെ കിട്ടിയെന്ന് വെച്ച് വായിക്കാം. ഇസ്രായേലിൽ ജനസംഖ്യ എടുക്കുമ്പോൾ തങ്ങളുടെ ഇടയിൽ മഹാമാരി ഉണ്ടാകാതിരിക്കാൻ ഓരോരുത്തരും തങ്ങളുടെ ജീവന് വേണ്ടി കർത്താവിന് മോചനദ്രവ്യം കൊടുക്കണം. ഓക്കെ, ഇതൊരു നിയമം. ഓക്കെ, താങ്ക് യു കേട്ടോ. ഇതൊരു നിയമമാണിത്. അതായത് യഹോവയും മോശയും തമ്മിൽ ചേർന്ന് നടത്തിയ ഒരു ഉടമ്പടി, അതിന്റെ പാക്റ്റിന്റെ ഭാഗമാണിത്. അർത്ഥം ഇത്രയേ ഉള്ളൂ, ജനം ആരുടേതാണ്? ഉടമസ്ഥാവകാശം ആരുടേതാണ്? യഹോവയുടെയാണ്. അപ്പൊ യഹോവയാണ് അത്, യഹോവയുടെ അധികാരത്തിൽപ്പെട്ടതാണ് അത്. ഈ പുരാതന പൗരസ്ത്യ നാടുകളിലെ സംസ്കാരങ്ങളില് ദേവന്റേതാണ് ജനം. ഓക്കെ, അപ്പൊ ദേവാലയമാണ് ഈ ദേവന്റെ ഇരിപ്പിടം. അപ്പൊ അതുകൊണ്ട് എല്ലാവരും ദേവാലയത്തിന് നികുതി കൊടുക്കണം. അപ്പൊ ആ നികുതി കൊടുക്കുന്ന ആർക്കാണ്? ദൈവത്തിനാണ്. അപ്പൊ ടെമ്പിൾ സ്റ്റേറ്റ് എന്ന് പറയും, ടെമ്പിൾ സ്റ്റേറ്റ്. അപ്പൊ ദൈവത്തിന്റെ ആലയം എന്നുള്ളത് ദൈവത്തിന്റെ ഇടമാണ്. അപ്പൊ നമ്മളെല്ലാവരും എന്താണ് കുടിയേറ്റക്കാരല്ലല്ലോ, കുടികിടുപ്പുകാര്, ടെനൻസ് എന്ന് പറയും. ദേശം ദൈവത്തിൻ്റെതാണ്, മനുഷ്യൻ അവിടെ ദൈവത്തിന്റെ ദേശത്ത് വസിക്കുക. അപ്പൊ രാജാവ് എന്നുള്ളത് ദൈവത്തിന് വേണ്ടി ഭരിക്കാനുള്ള ആളായിരിക്കും. അതാണ്. അപ്പൊ ദൈവമാണ് യുദ്ധം ചെയ്യുന്നതും എല്ലാം തീരുമാനിക്കുന്നത്. ഇത് പഴയ നിയമത്തിലുടനീളം നിങ്ങൾ തിരിച്ചറിയണം. അതുകൊണ്ടാണ് യഹോവ ഇത്രമാത്രം ഉണ്ടോ, ആ ദൈവത്തിന്റെ പ്രത്യേകത ഉണ്ടോ, ഫറവോയിൽ നിന്ന് രക്ഷിക്കുന്നത്. അപ്പൊ ഫറവോയുടെ എതിരാളി ആരാണ്? യഹോവയാണ്. ഫറവോയും ദൈവം തമ്മിലുള്ളൊരു സൂപ്പർ സിനിമയാണ്. ഏത് യുദ്ധമാണ്. പ്ലേഗ് അയക്കും, ഒരെണ്ണം അയക്കും, മറ്റവനത് സ്കഡ് മിസൈൽ അയച്ച് കളയും. ഉണ്ടോ, രണ്ട് ദൈവങ്ങൾ തമ്മിലുള്ള സംഘർഷമായിട്ടാണ്. ഫറവോ ആരാണ്? ഫറവോ ഒരു ദൈവമാണ്. അവസാനം ആര് ജയിക്കും? അത് യഹോവ എന്ന ദൈവം ജയിക്കും. നിങ്ങളിത് വായിക്കുമ്പോൾ ഇത് ഇങ്ങനെയും കൂടി അതിന്റെ കാര്യങ്ങളുണ്ട്. അതായത് ദ സോവറിനിറ്റി ഓഫ് യാഹ്വേ, കിങ്ഷിപ്പ് ഓഫ് യാഹ്വേ അപ്പോൺ ഹിസ് പീപ്പിൾ. അവൻ അത് എസ്റ്റാബ്ലിഷ് ചെയ്യുകയാണ്. അപ്പൊ ഫറവോയിൽ നിന്ന് ജനത്തെ രക്ഷിക്കുന്ന ദൈവം അത് എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടാണ് രക്ഷിക്കുന്നത്. അതോ കടലിലെ ജീവികളെ പോലും ഈ ദൈവം കീഴടക്കി. കടലിനെ മറ്റു ദൈവങ്ങൾക്കൊന്നും കീഴടക്കാൻ പറ്റില്ല, പക്ഷെ ഈ ദൈവം കടലിനെ പോലും കീഴടക്കി കഴിഞ്ഞു. അപ്പൊ ദിസ് ഗോഡ് റെയിൻ സുപ്രീം. അതാണ് പുറപ്പാടിന്റെ പുസ്തകമൊക്കെ കാണിക്കാനൊക്കെ ശ്രമിക്കുന്നത്. അപ്പൊ മോശയുടെയൊക്കെ മുറിയാമിന്റെ ഒക്കെ കീർത്തനം കണ്ടില്ലേ, കുതിരക്കാരനെ കടലിൽ താഴ്ത്തിയിട്ട് ദൈവം മഹോന്നതൻ എന്നൊക്കെ പറഞ്ഞു പോകും. ഒരു രജനീകാന്ത് പടം പോലെയൊക്കെ നിങ്ങൾ ഈ ഭാവനയിൽ കാണുക. ഈ നമ്മുടെ ഞാൻ ഉതപ്പൊന്നും അല്ലാട്ടോ പറയണ, ഇത് ബൈബിള് പഠിക്കുമ്പോൾ നിങ്ങൾക്ക് നിയർ ഈസ്റ്റേൺ കൾച്ചർ എന്ന് പറയും. അതിലൂടെയാണ് ഈ ദൈവം എങ്ങനെ ഇടപെടുന്നു എന്ന് ഇവര് കാണിക്കാനായിട്ട് ശ്രമിക്കുന്നത്. അപ്പൊ ദൈവത്തിൻ്റെതാണ് രാജ്യം, ദൈവത്തിൻ്റെതാണ് ജനത. അപ്പൊ ഇത് യോവാബിന് ഇത് മനസ്സിലാവും. അപ്പൊ യോവാബ് അതുകൊണ്ടാണ് പറയുന്നത്, യോവാബ് 3-ാം വാക്യം കണ്ടോ, 21 ദിനവൃത്താന്തം 21, കർത്താവ് ജനത്തെ 100 ഇരട്ടി വർദ്ധിപ്പിക്കട്ടെ. എന്റെ യജമാന രാജാവ്, അങ്ങയുടെ ദാസന്മാരല്ല, പിന്നെ എന്തിനാണ് ഇങ്ങനെ ആവശ്യപ്പെടുന്നത്? അത് തെറ്റാണെന്ന് അവൻ ചൂണ്ടിക്കാണിക്കണേ. രാജാവിന് സെൻസസ് എടുക്കാൻ അധികാരമില്ല. അത് ശിക്ഷ കിട്ടും, മഹാമാരി കിട്ടും. പക്ഷെ രാജാവ് തന്റെ അഹങ്കാരം, ഞാനാണ് എല്ലാം എന്ന ആ ഒരു തലത്തില് രാജാവ് ചിന്തിക്കുന്നു. ഈ സേനാനായകന്മാർക്കും പടനായകന്മാർക്കും ആ രാജാവിന്റെ കൽപ്പന എക്സിക്യൂട്ട് ചെയ്യേണ്ടി വരുന്നു. അവിടെയാണ് അപ്പോൾ ദൈവം ഇടപെടുന്നു. ദൈവം എന്നിട്ട് എന്ത് ചെയ്യുന്നു? ഈ ദൈവം ദാവീദിനെ ശിക്ഷിക്കാനായിട്ട് വരിക. ഓക്കെ, 3 ശിക്ഷകളാണ് കൊടുക്കുന്നത്. നിങ്ങള് 8-ാമത്തേത് നോക്കി. അത് ദൈവം ശിക്ഷിക്കാൻ പോവുകയാണ്, മഹാമാരി അയക്കാൻ പോവുകയാണ്. ഗോയിങ് ടു സ്ട്രൈക്ക് എന്നാ പറയാം. അവന്റെ വലതുകരം അവരുടെ പ്രഹരിക്കാനായിട്ട് പോവുകയാണ് ശിക്ഷ. കാരണം ഈ പുറപ്പാട് ദിവസം 30 പറഞ്ഞ മഹാമാരി ശിക്ഷയായിട്ട് അവർക്ക് കിട്ടും. അപ്പൊ പക്ഷെ ദാവീദിന് ഇത് മനസ്സിലായി, അവൻ മനസ്തപിക്കുന്നു. അപ്പൊ ദൈവം അവന് റെപ്പരീഷൻ എന്ന് പറയും. അതായത് നീ ഈ ഒരു ശിക്ഷയിലൂടെ, ചാസ്റ്റായിസ്മെന്റ്, പണിഷ്മെന്റിലൂടെ കടന്നു പോകണം കേട്ടോ. പ്രവാസമൊക്കെ അത്തരത്തിലാണ് അവർ ചിന്തിക്കണേ. ഞാൻ പാപം ചെയ്തുകൊണ്ട് ഞാൻ തക്കതായ ഒരു പരിഹാരത്തിലൂടെ കടന്നു പോകണം, എങ്കിൽ മാത്രമേ ശിക്ഷ പൂർത്തിയാവുകയുള്ളൂ. ഞാൻ ചെയ്തതിന് പരിഹാരം ചെയ്യണം. ഉപസാരത്തിലൊക്കെ പ്രാശ്ചിത്തം തരുന്ന അതാണ്, പരിഹാരം ചെയ്യണം. അപ്പൊ ഇവിടെ 3 കാര്യങ്ങളാണ് ഈ പ്രവാചകൻ വഴി, ഗാദ് എന്ന് പറഞ്ഞ ദീർഘദർശി വഴി ദൈവം ദാവീദിനോട് പറയുന്നത്. ഒന്നാമത്തേത്, 3 വർഷം ക്ഷാമം ഉണ്ടാവും. ക്ഷാമം വരുമ്പോൾ എന്ത് സംഭവിക്കും? അവിടെ മരണം ഉണ്ടാവും.
ഇനി ഒരു പക്ഷേ ദാവീദിന് അയൽ രാജ്യങ്ങളെ ക്ഷാമകാലത്ത് ഡിപ്പെൻഡ് ചെയ്യേണ്ടി വരും. ഏത് ധാന്യങ്ങൾക്ക്, മറ്റേ ജോസഫൊക്കെ ഈജിപ്തിൽ കണ്ടില്ലേ, മറ്റുള്ളവർക്ക് ഡിപ്പെൻഡ് ചെയ്യേണ്ടി വന്നു. രണ്ടാമത്തേത് 3 മാസം ശത്രുക്കളുടെ ആക്രമണം ഉണ്ടാകും. തദ്വാര ദാവീദിനും കുടുംബത്തിനും ചിലപ്പോൾ പലായനം ചെയ്യേണ്ടി വരും. ശത്രുക്കളുടെ ആക്രമണത്തെ ഭയന്ന് പലായനം ചെയ്യേണ്ടി വരാം. മൂന്നാമത്തെ ഓപ്ഷൻ എന്നുള്ളത് 3 ദിവസം ഒരു മഹാമാരി ഉണ്ടാകും, ദൈവത്തിന്റെ കരം അവരുടെ മേലുണ്ടാവും. അപ്പോൾ തീർച്ചയായിട്ടും മരണമുണ്ട്. ഏത് വേണമെന്ന് തീരുമാനിക്കാം. നമ്മൾ ചില ഗെയിമൊക്കെ കളിക്കണ പോലെയാണ്. ദാവീദിന് ഇതിൽ ഏതെങ്കിലും ഒന്ന് തിരഞ്ഞെടുക്കും. അപ്പൊ ദാവീദ് സ്വാർത്ഥനാണ്. തന്റെ കുടുംബത്തെ സ്പെയർ ചെയ്യാൻ വേണ്ടി അവൻ മൂന്നാമത്തെ സാധനം ഏറ്റെടുക്കുക. അവൻ പറയാണ്, കർത്താവേ നിന്റെ കരം നിബന്ധിച്ചോട്ടെ, നിന്റെ കരം നിബന്ധിച്ചോട്ടെ. അപ്പൊ എന്ത് ചെയ്യുന്നു? അവിടെ മഹാമാരി അയക്കുന്നു. 70,000 ഇസ്രായേലിൽ ഒറ്റ ദിവസം കൊണ്ട് മരിച്ചു വീഴുന്നു. ജെറുസലേം നശിപ്പിക്കാനായിട്ട് ദൈവദൂതൻ വരുന്നു. ഊരിയ വാളുമായിട്ട് ദൈവദൂതൻ വരുന്നു. അവൻ നഗരം നശിപ്പിക്കാൻ തുടങ്ങിയപ്പോൾ ദൈവം മനസ്സ് മാറ്റുകയാണ്. ഇപ്പൊ മനസ്സ് മാറ്റുന്ന ഒരു ദൈവത്തെ നമ്മൾ കാണുന്നുണ്ട്. ഓക്കെ, മനസ്സ് മാറ്റുന്ന ദൈവത്തിന്റെ കരുണയെ സൂചിപ്പിക്കാനും കൂടി ഉപയോഗിക്കുന്നുണ്ട്. ഓക്കെ, എന്നിട്ട് ദൂതനോട് പറയും, മതി, നിന്റെ കരം പിൻവലിക്കുക. അപ്പൊ ഈ ദൂതൻ വന്നു നിന്നത് ഈ ജബൂസ്യൻ, അവിടുത്തെ ദേശത്ത് താമസിക്കുന്ന ഒരു വിഭാഗത്തിന്റെ ജനതയുടെ പേരാണ് ജബൂസ്യര്. ഹിത്യര്, കാനാന്യര്, മിതിയാങ്കാര്, അല്ലെ, നിങ്ങൾക്കറിയാലോ, ഇങ്ങനെയുള്ളവരൊക്കെ ജനതകളാണ്. ഇസ്രായേൽ വേറൊരു ജനത. അപ്പൊ ജബൂസിനായ ഒർനാൻ, അവൻ മെതിക്കളം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ പാടം, അതിനോടനുബന്ധിച്ച് അവന്റെ ദാസര്, പണിക്കാര് താമസിക്കുന്ന ആടുമാടുകളൊക്കെ ഉണ്ടാവും. എല്ലാം ഉള്ളൊരു സ്ഥലത്താണ് ഈ ദൂതൻ വന്ന് നിന്നത്. അവിടെ വെച്ചാണ് യാഹ്വേ പറയുന്നത്, മതി 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 എന്ന് പറഞ്ഞു. ഇനി എന്നിട്ട് ദാവീദിന്റെ അടുത്തേക്ക് ഈ പ്രവാചകൻ ഗാദ് എന്ന് പറഞ്ഞ മനുഷ്യൻ വന്നിട്ട് പറയുകയാണ്, ദൈവം മാനസാന്തരപ്പെടുക. എന്നിട്ട് അവരോട് പറയാണ്, ദൈവത്തിന് ബലി അർപ്പിക്കുക. ഇനിയാണ് ഒരു പക്ഷേ പ്രസക്തമായൊരു കാര്യം നിങ്ങൾ തിരിച്ചറിയുക. ഈ ജബൂസിർ എന്ന് പറഞ്ഞ ജനത ഇപ്പോഴത്തെ ജെറുസലേമിൽ താമസിച്ചിരുന്നവരെയാണ് ജബൂസിർ എന്ന് പറഞ്ഞത്. അപ്പൊ ജെറുസലേം എന്ന നഗരം ആരുടേതായിരുന്നിരിക്കണം? പ്രദേശം ജബൂസിരുടേതായിരിക്കണം. അപ്പൊ ഇവിടെ എന്ത് ചെയ്യുകയാണ്? ഇവിടെ ദാവീദ് എന്നിട്ട് ഈ ഒർനാൻ എന്ന് പറഞ്ഞ മനുഷ്യന്റെ മെതിക്കളത്തിൽ ചെന്നിട്ട് പരിവാരങ്ങളായിട്ട് ചെല്ലുകയാണ്. എന്നിട്ട് പറയാണ്, എനിക്ക് ഇവിടെ ദൈവത്തിന് ഒരു പരിഹാര ബലി അർപ്പിക്കണം. മാനസാന്തരപ്പെട്ട ദാവീദ് അവിടെ ബലി അർപ്പിക്കണം. നിങ്ങൾ തിരിച്ചറിയുക, ഈ സ്ഥലമാണ് പിന്നീട് ജെറുസലേം ദേവാലയം പണിയാനായിട്ട് ഉപയോഗിക്കുന്നത്. അപ്പൊ ജെറുസലേം ദേവാലയത്തിന്റെ ആധികാരികത, ജെറുസലേം നഗരം എങ്ങനെ വന്നു എന്നുള്ളതിന്റെ ഒരു ഐതിഹ്യവും കൂടിയാണ് ഈ കഥ പരാമർശിക്കാൻ ശ്രമിക്കുന്നത്. അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾ ഇനി എടുക്കേണ്ടത് ഒരു പക്ഷെ ഈ 2 ദിനവൃത്താന്തം 3-ാം അധ്യായം എടുക്കുക. 2 ദിനവൃത്താന്തം 3-ാം അധ്യായം 1-ാം വാക്യം വായിച്ചോളൂ. ജെറുസലേമിൽ ജെറുസലേമിൽ തന്റെ പിതാവായ ദാവീദിന് കർത്താവ് പ്രത്യക്ഷനായ സ്ഥലത്ത് ആലയം പണിയുവാൻ സോളമൻ ആരംഭിച്ചു. മോറിയ പർവ്വതത്തിൽ ജബൂല്യനായ ഓർമാന്റെ മെതികളത്തിൽ ദാവീദ് കണ്ടുവച്ച സ്ഥാനത്ത് തന്നെയാണ് പണിതത്. ഓക്കെ, ഇത് ക്ലിയർ ആയല്ലോ. അപ്പൊ നിങ്ങൾക്ക് 2 കഥകൾ ഇവിടെ കണക്ട് ചെയ്യപ്പെട്ടിരിക്കുക. ഒന്നാമത് മോറിയ പർവ്വതം. എന്താണ് മോറിയ പർവ്വതത്തിലെ ബലി? എന്തായിരിക്കും? മോറിയ മല എന്തായിരിക്കും? ഉൽപ്പത്തി 22 അബ്രാഹത്തിന് എന്താ? അബ്രാഹം സ്വന്തം മകനെ ബലിയർപ്പിക്കുന്നു. പക്ഷെ ദൈവം എന്ത് ചെയ്തു? നിനക്ക് തരും എന്ന് പറഞ്ഞിട്ട് ആരെ കൊടുത്തു? ആട്ടിൻകുട്ടിയെ കൊടുത്തു. യാഹ്വേ ഈറേ എന്ന് പറയുന്ന, എന്നെ അല്ല, ദൈവം പ്രൊവൈഡ് ചെയ്യും. അപ്പൊ നിങ്ങൾ ഇതിൽ നിന്നും തിരിച്ചറിയേണ്ട ഇത് കണക്ഷനാണ്. അതുകൊണ്ട് ബൈബിൾ കഥകൾ, പ്രത്യേകിച്ച് ഉൽപ്പത്തിയുടെ കഥകളിലൊക്കെ പൂർവ്വപിതാക്കന്മാരുടെ ചരിത്രമൊക്കെ വെറുതെ എഴുതുന്നതല്ല അവര്. ജെറുസലേം ദേവാലയത്തിന്റെ പ്രസക്തിയും അതിന്റെ പ്രാമുഖ്യവും അതിന്റെ വളർച്ച, തുടക്കമൊക്കെ ഇത് കണക്ട് ചെയ്യുന്നുണ്ട്. ഇപ്പൊ 2 കാര്യങ്ങൾ കണക്ട് ചെയ്തു. ഒന്ന്, അബ്രഹാം ബലിയർപ്പിച്ച സ്ഥലം മോറിയ മല. അത് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ആ മല ദൈവം കാണിച്ചു കൊടുത്തതാണ്. എന്തിനു വേണ്ടി? പിൽക്കാലത്ത് ദാവീദിനെ കാണിച്ചു കൊടുക്കണുണ്ടോ? അവിടെ ദാവീദ്, ഇനി സോളമനാണ് ദേവാലയം പണിയുന്നത്. എന്നിട്ട് ദിനവൃത്താന്തം എഴുതി വെക്കും ജെറുസലേമിൽ. അപ്പൊ ജബൂസിരുടെ നാട് അതാണ് ജെറുസലേം.
ഓർണയുടെ ആ കൃഷി മെതിക്കളത്തിലാണ് ആദ്യമായിട്ട്. ഇനി ദാവീദ് അവിടെ എന്താ ചെയ്തത്? അവൻ ദഹനബലിയും സമാധാന ബലിയും പാപപരിഹാര ബലിയും അർപ്പിച്ചു. നിങ്ങൾ ലേവ്യരുടെ പുസ്തകം 1 മുതൽ 7 വരെ എടുത്തു നോക്കി, 5 തരം ബലികളുണ്ട് ജെറുസലേം ദേവാലയത്തിൽ നടത്തിക്കൊണ്ടിരുന്ന ബലികൾ. ഇതെല്ലാം അവിടെ ദാവീദ് അവതരിച്ചു. അപ്പൊ ധൈര്യമായിട്ട് ഇനി യഹൂദർക്ക് പറയാം, ഇസ്രായേൽക്കാർക്ക്, ഞങ്ങളുടെ പിതാവായ അബ്രാഹാമുമായിട്ട് കണക്റ്റഡ് ആണ് ഇത്, ഒപ്പം തന്നെ ദാവീദുമായിട്ട് കണക്റ്റഡ്. അവിടെയാണ് ഔരസപുത്രനായ സോളമൻ ജെറുസലേം ദേവാലയം പണിതത്. ഇനി അവിടെ എന്ത് ചെയ്യും? ലോകത്തിന്റെ നാനാവശത്ത് നിന്ന് എല്ലാ ഭക്തരായ യഹൂദരും ഈ ജെറുസലേമിൽ വന്നണയും. പിന്നീട് ജോസിയായുടെ നവീകരണ കാലഘട്ടത്തില് ജോസിയ പറയും, മറ്റൊരിടത്തും ഈ ബലിയർപ്പണം സാധ്യമല്ല. ലോകത്തിന്റെ ഏത് ഭാഗത്ത് യഹൂദരുണ്ടോ ഒറ്റ സ്ഥലത്ത് ഇവർ ബലിയർപ്പിക്കാവൂ, അത് ജെറുസലേമിൽ മാത്രമായിരിക്കും. അങ്ങനെ ഏകീകരിച്ച സെൻട്രലൈസേഷൻ എന്ന് പറയും. മറ്റൊരിടത്ത് ഇനി അവർക്ക് ബലിയർപ്പിക്കാൻ പറ്റില്ല. ഇന്ത്യയിലുള്ള യഹൂദനാണെങ്കിൽ ബലിയർപ്പിക്കണമെങ്കിൽ എവിടെ ചെല്ലണം? അവൻ തീർച്ചയായിട്ടും ജെറുസലേമിൽ പോകണം. അതുകൊണ്ടാണ് പെസഹ കാലത്ത് ലോകം പാടുള്ള യഹൂദര് അവിടെ താളമടിക്കുന്നത്. പെന്തക്കോസ്തായിൽ കണ്ടോ? അവിടെ ലോകത്തുള്ള എല്ലാ വശത്തുള്ള യഹൂദര് വന്നിരുന്നു. അപ്പൊ ജെറുസലേം എന്നുള്ളത്. ഇനി പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ ക്രിസ്തു മരിക്കുന്നത് ഈ കാൽവരി മല അല്ലെ? അത് തീർച്ചയായിട്ടും ജെറുസലേം മലനിരകളാണ്. ഇത് ഈ പറഞ്ഞ മലനിരകളാണ്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ അബ്രഹാത്തിന്റെ ബലിയിലെ ഒരു പ്രോട്ടോടൈപ്പാണ് ഇസഹാക്കിനെ ബലിയർപ്പിച്ച അതിന്റെ ഒരു മുൻ ഫിഗറേഷൻ എന്ന് പറയും. അതാണ് ക്രിസ്തുവിന്റെ ബലി. വെളിപാടിന്റെ പുസ്തകത്തിലേക്ക് വരുമ്പോഴും ഇത് തന്നെ നമ്മൾ പറയും, ജെറുസലേമിന്റെ പ്രാധാന്യം പറയും. അതുപോലെ തന്നെ യേശയ്യായുടെ പുസ്തകത്തില് ജെറുസലേം രക്ഷാകേന്ദ്രം എന്ന് പറയുന്നുണ്ട്. യേശയ്യ 2 വായിക്കാം. യേശയ്യ 2:2 അവസാന നാളുകളിൽ ആരെങ്കിലും വായിച്ചോ? അവസാന നാളുകളിൽ കർത്താവിന്റെ ആലം സ്ഥിതി ചെയ്യുന്ന പർവ്വതം എല്ലാ പർവ്വതങ്ങൾക്കും മുകളിൽ ഉയർന്നെടുക്കും, എല്ലാ ജനതകളും അതിലേക്ക് ഒഴുകും. ഓക്കെ, അനേകർ പറയും കർത്താവിന്റെ ഗിരിയിലേക്ക് നമുക്ക് പോകാം. അപ്പൊ നിങ്ങൾ തീർച്ചയായിട്ടും തിരിച്ചറിയുക, പിൽക്കാലഘട്ടത്തിൽ ജെറുസലേം ദേവാലയം തകർക്കപ്പെട്ടിട്ടും ഈ കർത്താവിന്റെ ആലയം വിശുദ്ധ ഗിരി എന്നുള്ളത് ഇപ്പോഴും ശ്രദ്ധേയമായിട്ടുണ്ട്. അതുകൊണ്ടാണ് വെളിപാടിന്റെ പുസ്തകത്തിൽ ഒത്തിരി പരാമർശം, സ്വർഗീയ ജെറുസലേം, അണിഞ്ഞൊരുങ്ങിയ വധുവിനെ പോലെ തിരിച്ചറിയുക. അപ്പോൾ നമ്മുടെ പഴയ നിയമ പാരമ്പര്യത്തില് തീർച്ചയായിട്ടും ഈ ഒരു ജെറുസലേം എന്ന ഒരു സ്ഥലം, ലോക്കസ്, അതിന് വലിയൊരു പ്രാധാന്യമുണ്ട്. പുതിയ നിയമത്തിലേക്ക് വരുമ്പോഴും ഇത് തന്നെയാണ് സ്വർഗീയ ജെറുസലേം, സിയോൻ എന്നൊക്കെ പറഞ്ഞ് പരാമർശിക്കുന്നു. ഓക്കെ, ഇതിന്റെ കൂടെ തന്നെ നമ്മൾ ഇനി ചിന്തിക്കേണ്ടത് ഈ അരവനയുടെ മെതിക്കളത്തിലേക്ക് ചെല്ലുന്ന ദാവീദ്. ഓക്കെ, അദ്ദേഹം ചോദിക്കുന്ന ഒരു കാര്യമുണ്ട്, എനിക്ക് ബലിയർപ്പിക്കണം. അപ്പൊ അരവന ദാവീദിനെ രാജാവും പരിവാരങ്ങളും വന്നപ്പോ സാധാരണക്കാരനായി മനുഷ്യർ ഓടി വിളിക്കാൻ നോക്കും. അവൻ ദൂതന്മാരെ അല്ല സേവകരെ അവന്റെ ദാസന്മാരെയൊക്കെ വിട്ടിട്ട് ഓടിപ്പോയി. എന്നിട്ട് ദാവീദിനോട് പറയാണ്, തിരിച്ചു വന്നിട്ട് പറയണത്, രാജാവ് നിങ്ങൾക്ക് ബലിയർപ്പിക്കണമെങ്കിൽ എന്റെ ആടുമാടുകൾ ഉപയോഗിച്ചോ, എന്റെ മെതിക്കറ്റ അത് ദഹനബലി അർപ്പിക്കാൻ ഉപയോഗിച്ചോ, ധാന്യബലി അർപ്പിക്കാൻ, ഈ അടിയൻ എന്ത് വേണം നിനക്ക് ചെയ്തു തരാം. അപ്പൊ ദാവീദ് പറയുന്ന ഒരു വാചകമുണ്ട്. നിങ്ങള് 1 ദിനവൃത്താന്തം 21-24 തുടങ്ങിയെന്ന് വായിക്കാവോ? ഒർന്നാനോട് ദാവീദ് പറയുന്നത്. ദാവീദ് പറഞ്ഞു, പാടില്ല, മുഴുവൻ വിലയും തന്നെ ഞാൻ വാങ്ങൂ, എന്റേതായ ഒന്നും കർത്താവിനായി ഞാൻ എടുക്കുകയില്ല. പണം മുടക്കാതെ ഞാൻ കർത്താവിന് ദഹനബലി അർപ്പിക്കുകയില്ല. ദാവീദ് ആ സ്ഥലത്തിന്റെ വിലയായി 600 ഷെക്കൽ സ്വർണം ഓർനാന് കൊടുത്തു. ഓക്കെ, താങ്ക് യു. നിങ്ങൾക്കത് മനസ്സിലാവുന്നുണ്ടല്ലോ. അപ്പോ ഈ ഓർനാൻ അവന് ഓഫർ ചെയ്യുകയാണ് ദാവീദിന്, എന്റെ എല്ലാ സൗകര്യങ്ങളും ഉപയോഗിച്ചോളൂ, എന്റെ തന്നെ ഒഴുകുന്ന കാളകളെ ഉപയോഗിച്ചോളൂ ബലി അർപ്പിക്കാനായിട്ട്. ഞാനിവിടെ കൊയ്ത് വെച്ചിരിക്കുന്ന കറ്റ ദഹനബലി അല്ല ധാന്യബലി അർപ്പിക്കാൻ ഉപയോഗിച്ചു. ദാവീദ് പറയുന്ന ഒരു കാര്യമുണ്ട്, ഒന്ന് ഞാൻ ഫ്രീ ആയിട്ട് എടുക്കില്ല, വില തന്നേ ഞാൻ വാങ്ങും, നിന്റേതായ ഒന്നും ഞാൻ കർത്താവിന് എടുക്കില്ല. എന്നിട്ട് പണം മുടക്കി അവൻ ആ സ്ഥലം വാങ്ങി അവിടെയാണ് അദ്ദേഹം ബലിപീഠം പണിയുന്നത്. ഓക്കെ, ഞാൻ എൻ്റെ ഒരു ചിന്ത മാത്രം പങ്കുവെക്കാൻ ആഗ്രഹിക്കുകയാണ്. നമ്മൾ ഈ ദാവീദിന്റെ ഒരു വലിയൊരു ശൈലി അല്ലെങ്കിൽ ഒരു മാതൃക നമ്മൾ തീർച്ചയായിട്ടും സ്വീകരിക്കണം. നമ്മളെല്ലാവരും ബലിയർപ്പിക്കുന്നവരാണ്.
ചോദ്യം ഇത്രയേ ഉള്ളൂ, ഞാൻ അർപ്പിക്കുന്ന കുർബാനയ്ക്ക് എനിക്ക് ചെലവുണ്ടോ? ഇത്രയേ ഉള്ളൂ. ഞാൻ അർപ്പിക്കുന്ന ബലിയർപ്പണത്തിന് ചെലവുണ്ടോ? എന്താണ് ഈ ചെലവ് എന്നൊക്കെ നിങ്ങൾക്ക് പറയാലോ. നമ്മൾ ചെറിയൊരു സ്തോത്ര കാഴ്ച കൊടുക്കാറുണ്ട്, അത് മാത്രമേ ചെലവുള്ളൂ. അപ്പൊ ഒന്നാമത്തേത് സ്തോത്ര കാഴ്ചയാണ് ചെലവ്. വെരി ഗുഡ്, വെരി ഗുഡ്. കമോൺ കമോൺ. എല്ലാ ദിവസവും കൊടുക്കുന്നില്ലല്ലോ അച്ഛാ, ഞായറാഴ്ച ദിവസങ്ങളിലല്ലേ കൊടുക്കുന്നുള്ളൂ. അത് വിട്ടോ, പുള്ളി പറഞ്ഞത് പുള്ളിയുടെ ഒരു ഇതല്ലേ. നമ്മള് ചെലവഴിക്കുന്ന സമയം. ഓക്കെ. ഒന്ന് സ്തോത്ര കാഴ്ച, രണ്ടാമത് സമയം, പിന്നെ പറ. നിങ്ങളൊക്കെ സംസാരിച്ചവരാണ്, പറയാത്തവരൊക്കെ ഒന്ന് പറഞ്ഞു നോക്കിയേ. നമ്മുടെ സ്തുതിപ്പുകള്. ഓക്കെ. ഇനി ചൊല്ലുന്ന അച്ഛന് ചെലവുണ്ടോ? ബലി അർപ്പിക്കുന്ന അച്ഛന് ചെലവുണ്ടോ? പറഞ്ഞോ. ചെലവുണ്ട്. നമ്മ പള്ളിയില് അച്ഛന് പേയ്മെന്റ് ഉണ്ട്, കപ്പിയാർക്ക് പേയ്മെന്റ് ഉണ്ട്, പള്ളിയുടെ മെയിൻ്റനൻസ് ചെലവുകളുണ്ട്, അങ്ങനെ ഒത്തിരി ചെലവുകളുണ്ട് ആക്ച്വലി. ഓക്കെ, ഞാൻ ഇതെല്ലാം കൂട്ടി പറഞ്ഞാൽ മതി. ബലി അർപ്പിക്കാൻ വരുന്നത് നമ്മളെല്ലാവരും അത് സ്പെയർ ചെയ്യേണ്ടതാണ്. ഓക്കെ, പിന്നെ വേറെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ ആശയങ്ങൾ പറ. അധ്വാനം, നമ്മുടെ അധ്വാനം അച്ഛാ. നമ്മുടെ അധ്വാനം. ഓക്കെ, എന്ന് പറഞ്ഞാല് അത് കുർബാനയായിട്ട് ബന്ധപ്പെടുന്ന എങ്ങനെയാ, അത് പറ. അല്ല, നമ്മള് ത്യാഗം ചെയ്താണല്ലോ, ബുദ്ധിമുട്ടിയാണല്ലോ ബലി അർപ്പിക്കാൻ പോകുന്നത്. അവിടെ മുട്ടുകുത്തണം, നിക്കണം, ഇരിക്കണം. നമ്മളിപ്പോ വീട്ടിൽ നിന്ന് നടന്ന് ബലി അർപ്പിക്കാൻ വേണ്ടി യാത്ര ചെയ്ത് പോകുന്നു. ഓക്കെ. വേറെ ആരെങ്കിലും ഒക്കെ ഒന്ന് പറഞ്ഞ എന്തെങ്കിലുമൊക്കെ പറ. നമ്മുടെ തന്നെ ആളുകളാണ്. ശരിയായിട്ടുള്ള ചെലവ് പിതാവായ ദൈവത്തിന് മാത്രമേ ഉള്ളൂ. ഓക്കെ, സ്വന്തം മകനെ ബലിയർപ്പിച്ചു. വേറെ വലിയ ചെലവൊന്നുമില്ല. ഏകജാതനെ നൽകാൻ തക്ക വിധം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു. ഓക്കെ. ചിലവരിപ്പോ ചെലവ് ചെയ്തുകൊണ്ടിരിപ്പുണ്ടോ അവിടെ? അവരാരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞേ, ചെലവ് ചെയ്തിട്ട്. ഓക്കെ, എന്താ വിപിൻ എന്താ പറഞ്ഞേ? അല്ല, എന്നെ സംബന്ധിച്ച് എനിക്ക് തോന്നിയത് നമ്മള് ഏറ്റവും വിശുദ്ധമായിട്ട് വേണമല്ലോ ബലിയർപ്പിക്കാൻ. അപ്പൊ നമ്മളെ സംബന്ധിച്ചുള്ള ചെലവ് എന്ന് പറയുന്നത് നമ്മളെ തന്നെ ശുദ്ധീകരിക്കാനായിട്ട് നമ്മൾ എടുക്കുന്ന ഒരു എഫർട്ട് ഉണ്ടല്ലോ. വേറൊരാൾക്ക് നമ്മളോട് എന്തെങ്കിലും ഉള്ളിലുണ്ടെങ്കിൽ നമുക്ക് ബലിയർപ്പിച്ചത് പൂർണ്ണമാകില്ലല്ലോ. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങള് കൈകാര്യം ചെയ്യണമല്ലോ. അപ്പൊ അതിന്റെ ഒരു എഫർട്ട് നമ്മൾ ബലിക്ക് വേണ്ടി കൊടുക്കുന്നുണ്ടെന്നുള്ളതാണ് ഞാൻ. ശരി, ഓക്കെ. ഞാൻ അങ്ങനെ ഇത് നമ്മുടെ സമയത്തിന്റെ കുറവുകൊണ്ടൊന്ന് കൺക്ലൂഡ് ചെയ്യാൻ ശ്രമിക്കുകയാണ്. ഞാൻ ഈ ചോദ്യം ചോദിച്ചാൽ നിങ്ങളൊന്ന് ചിന്തിക്കും കേട്ടോ. നമുക്ക് ബലി അർപ്പിക്കുന്നതിന് ചെലവുണ്ടോ ഇല്ലയോ? ഇപ്പോ ഇൻട്രസ്റ്റിംഗ് ഉത്തരങ്ങൾ വന്നു. സ്തോത്ര കാഴ്ച ചെലവ് ശരിയാണ്, അതൊരു ചെലവാണ്. വണ്ടി ഓടിച്ച് അവിടെ ചെല്ലുക, അതൊരു ചെലവാണ്. നിങ്ങൾ ഓർത്തു നോക്കി. സമയം, അത് വലിയൊരു ചെലവാണ്. ഇനി അച്ഛന്റെ പ്രസംഗം കേൾക്കണം, അത് വലിയ ചെലവാണ്. ഇതൊക്കെ പിന്നെ ഈ അവിടെ നിൽക്കുന്ന ആളുകൾ ചിലവർ നെഗറ്റീവ് എനർജി ഒക്കെ തരുന്നവരുണ്ടാവും അല്ലെ. ഇതൊക്കെ നമുക്ക് ചെലവാണ്. പക്ഷെ ഈ വിശുദ്ധ കുർബാന എന്നുള്ളത് ക്രിസ്തു അർപ്പിച്ചത് എന്താണെന്നൊന്ന് ചിന്തിക്കുക. അതാണ് ചെലവ് എന്താണെന്നുള്ളതിന് ആരംഭം നമുക്ക് നൽകും. ഒരുവൻ തൻ്റെ സമയവും വിഭവങ്ങളും മാത്രമല്ല, തൻ്റെ ശരീരം, ഇതെന്റെ ശരീരം വാങ്ങി ഭക്ഷിക്കുവിൻ, ഇതെന്റെ രക്തം വാങ്ങി പാനം ചെയ്യുവിൻ. എൻ്റെ ശരീരത്തിൽ എൻ്റെ തൊലിപ്പുറത്ത് തൊടുമ്പോൾ എനിക്കുണ്ടാകുന്ന വേദന, ആ സാധനം ഞാൻ സന്തോഷത്തോടെ സമർപ്പിക്കുന്നതാണ് ഏതൊരു ബലിയുടെയും ചെലവ്. ഓക്കെ, എനിക്ക് നഷ്ടമുണ്ടാകുന്ന ചിലതൊക്കെ ഉണ്ട്, അത് ഞാൻ സന്തോഷത്തോടെ നൽകുന്നതാണ് ചെലവ്. ഞാനൊരു പുരോഹിതനാണെങ്കിൽ എനിക്ക് ഇത്തരത്തിൽ ചിന്തിക്കുമ്പോഴാണ് എനിക്ക് ചെലവ്. അല്ലെങ്കിൽ എൻ്റെ ജീവിതം അങ്ങനെയോട് കൂളായിട്ട് പോകും. വിവാഹത്തിൽ ചെലവുണ്ടോ? ഉണ്ട്. എൻ്റെ പങ്കാളി ഉൾക്കൊള്ളാൻ ഞാൻ എടുക്കുന്നതെല്ലാം ചെലവാണ്. അങ്ങനെയാണെങ്കിൽ അതെന്താണ്? അത് വിശുദ്ധ കുർബാനയാണ്. അത്തരത്തിലാണ്. അതുകൊണ്ട് ബലി എന്നുള്ളത് എപ്പോഴും സാക്രിഫൈസ് ആണ്, ടു ഓഫർ സംതിങ്. അപ്പൊ അങ്ങനെയാണ് എന്താണ് ഞാൻ ചെയ്യേണ്ടത്? എൻ്റെ ഡിസ്പോസിഷൻ പള്ളിയിലായിരിക്കും. വിശുദ്ധ ബലിക്ക് പോകുന്ന ഡിസ്പോസിഷൻ തന്നെ ഈ ചെലവിന്റെ തുടക്കമാണ്. ഞാൻ എന്താണ് അർപ്പിക്കാൻ പോകുന്നത്? ഞാനൊരു പള്ളിയിൽ കൊച്ചച്ഛനായിരുന്നപ്പോ, മേലൂരാണ് ഞാൻ ഓർക്കും, എൻ്റെ ആദ്യ വർഷം. സെമിനാരിൽ നിന്നൊക്കെ ഇറങ്ങി ഒത്തിരി ചിന്തകൾ. ഇപ്പൊ കാറ്റഗിസം ഒക്കെ തുടങ്ങാൻ ഇങ്ങനെ കാത്തിരിക്കാം. കാറ്റഗിസം തുടങ്ങിയ ആദ്യ മാസം ഞാൻ സ്റ്റാഫിനെയൊക്കെ ഒന്ന് കൺവിൻസ് ചെയ്യിപ്പിച്ചു. അപ്പൊ ഹെഡ് മാസ്റ്റർ എന്നോട് ഭയങ്കര കമ്പനി ആയിരുന്നു. പുള്ളിക്ക് എന്നെ ഭയങ്കര ഇഷ്ടമായി. പുള്ളി എന്നോട് പറഞ്ഞു, വെരി ക്രിയേറ്റീവ്, വെരി ഗുഡ്. ഞാനിങ്ങനെ പറഞ്ഞു, വികാരിച്ചനെ കൺവിൻസ് ചെയ്യിപ്പിക്കാനായിരുന്നു കഷ്ടപ്പാട്. ആളുകളെ കൺവിൻസ് ചെയ്ത് കുഴപ്പമുണ്ടായില്ല. ഞാൻ പറഞ്ഞു, ഇത്രയേ ഉള്ളൂ,
പള്ളിയിൽ കുർബാനയ്ക്ക് അനൗൺസ് ചെയ്തു. കുട്ടികളുടെ കുർബാനയ്ക്ക് ഒരു 700-ഓളം കുട്ടികളുണ്ടായി. പള്ളി നിറച്ച് പിള്ളേരാണ്. ഞാൻ ഇങ്ങനെ അനൗൺസ് ചെയ്തു, എല്ലാവരും കുർബാനയ്ക്ക് വരുമ്പോ 50 പൈസ അല്ലെങ്കിൽ 1 രൂപയെങ്കിലും ഈ സ്തോത്ര കാഴ്ച ഇടണം. ഓഫർട്ടറി നിർബന്ധമാണ്. പൈസ ഇല്ലാത്തവര് എൻ്റെ അടുത്ത് വരണം, ഞാൻ 1 രൂപ തരുന്നതായിരിക്കും. അത് ഏറ്റവും സാധാരണ ഞായറാഴ്ച കുർബാനയ്ക്ക്, 3-ാമത്തെ കുർബാനയ്ക്ക് 500 രൂപ 100 രൂപയ്ക്ക് കിട്ടിയത് ഇപ്പോ 2500 രൂപ ഇതൊക്കെയായി. നഷ്ടം എനിക്കും ഉണ്ടായി. ചില പിള്ളേർ എൻ്റെ അടുത്ത് നിന്ന് കൊച്ചാ പൈസ. അപ്പൊ ഈ 1 രൂപ കമ്പനിക്കാർ കുറെ വന്നു. അപ്പൊ കുറെ ചേടത്തിമാർ എനിക്ക് ഈ കിഴിയൊക്കെ കൊണ്ടുതരും. ഏത് കൊയിൻ കിഴി. നമ്മളത് കൊടുത്താൽ മതി. കാശ്, രൂപം, കുരിശ്, കുഞ്ഞ് ഗിഫ്റ്റ് കൊടുക്കാനൊക്കെ. അപ്പൊ നമ്മളിതിങ്ങനെ മോട്ടിവേറ്റ് ചെയ്തപ്പോ അവരും കൊണ്ടു തന്നു തുടങ്ങി. അപ്പൊ വികാരിയച്ഛന് സന്തോഷമായി. പൈസ കൂടുതൽ വന്നപ്പോ പുള്ളിക്ക് സന്തോഷമായി. അപ്പൊ ഞാൻ എന്നിട്ട് പറഞ്ഞൊരു കാര്യം ഇത്രയേ ഉള്ളൂ, ഈ കുട്ടികൾക്ക് മനസ്സിലാവണം. അതായത് എൻ്റെ കയ്യിൽ നിന്ന് മിഠായി മേടിക്കുന്നതിന് പകരം 1 രൂപ ഞാൻ പള്ളിയിൽ ഇടുമ്പോ അത് എൻ്റെ ഒരു വലിയൊരു കൊതി എന്നൊരു സാധനത്തെയാണ് ഞാൻ ഓഫർ ചെയ്യുന്നത്. ഞാൻ 2005-ലെ കാര്യമാണ് പറയുന്നത്. ഇപ്പോഴത്തെ പിള്ളേരൊക്കെ ബെറ്റർ ഓഫ് ആണ് സ്റ്റിൽ. നമുക്ക് ഒരു പക്ഷെ അങ്ങനെ ചിന്തിച്ചു നോക്കാം. ഞാൻ കുർബാനയ്ക്ക് പങ്കെടുക്കുമ്പോൾ എനിക്ക് എന്ത് ചെലവാണുള്ളത്? ഒരു പക്ഷെ ഞാൻ പ്രാർത്ഥിക്കുന്നത് മറ്റുള്ളവർക്കാണെങ്കിൽ അതൊരു ചെലവാണ്. ഒരു നിയോഗം എനിക്കുണ്ടെങ്കിൽ അതൊരു ചെലവാണ്. അപ്പൊ ചെലവില്ലാത്ത വിശുദ്ധ കുർബാന അർപ്പിക്കരുത് എന്നൊരു ചിന്ത തീർച്ചയായിട്ടും ഈ അബ്രാഹത്തിന്റെ ഈ ഒരു ആറ്റിറ്റ്യൂഡ്, ദാവീദിന്റെ ഈ ഒരു ആറ്റിറ്റ്യൂഡ്, അതായത് പണം മുടക്കാതെ ഞാൻ കർത്താവിന് ദഹനബലി അർപ്പിക്കുകയില്ല. പക്ഷേ ഹീബ്രു ട്രാൻസ്ലേഷൻ ചെലവില്ലാത്ത ഒരു ബലി ഞാൻ അർപ്പിക്കുകയില്ല എന്നുള്ളതാണ്. ചെലവില്ലാത്ത ഒരു ബലി ഞാൻ എൻ്റെ കർത്താവിന് അർപ്പിക്കുകയില്ല. ഒരു അഞ്ജന എന്ന് പറഞ്ഞൊരു പെൺകുട്ടി 2 കൊല്ലം മുമ്പ് കൊച്ചിയില് അല്ലെ, നമുക്കറിയാലോ, തൈക്കോട് ഇടവക, ക്യാൻസർ പേഷ്യന്റ് ആയിട്ട് ഒരിക്കലും കുർബാന മുടക്കാത്ത പെൺകുട്ടി. ക്യാൻസർ ആയിട്ടിരുന്ന കോവിഡ് കാലത്ത് പോലും ആ കുട്ടി കുർബാനയ്ക്ക് ആശ്രമത്തിൽ പോയി എന്നുള്ളത്. തേവര സെക്രട്ടേറിയറ്റ്, തേവര കോളേജിൽ SH-ലെ സ്റ്റാഫും കൂടി ആയത് കോമേഴ്സിൽ. ആ പെൺകൊച്ചിനെ കുർബാനയുടെ മധ്യസ്ഥയായിട്ടാണ് അറിയപ്പെടുന്നത്. പക്ഷെ ആ പെൺകൊച്ചിനെ ഞാൻ ഇന്നും കൂടി ആ കൊച്ചിന്റെ ഒരു പെൺകുട്ടിയുടെ ഒരു ചെറിയൊരു വീഡിയോ ജസ്റ്റ് ഒന്ന് കാണാനിടയായി. അപ്പൊ അത് ഇങ്ങനെ മുഖമൊക്കെ ഇങ്ങനെ ക്യാൻസറിന്റെ ഇത് വന്നിട്ട് ഇങ്ങനെ ഇങ്ങനെ ഓടി നമുക്ക് കണ്ട ഒരു അറപ്പ് പോലെ തോന്നും. പക്ഷെ ആ കുട്ടി എന്നിട്ടും ഈ ദിവ്യകാരുണ്യ ഭക്തി എന്നുള്ളത് അത് പറയാണ്, ഞാൻ എൻ്റെ രോഗമാണ് എൻ്റെ കർത്താവിനെ സ്നേഹിക്കാൻ ചെലവായിട്ട് ഞാൻ നൽകി. വിശുദ്ധ കുർബാന അർപ്പിക്കാൻ എൻ്റെ യോഗ്യത ഈ ഒരു സാധനം ആയിരുന്നു. കുർബാന അർപ്പിക്കുന്ന വൈദികന് ഈ ഒരു ബോധ്യം ഉണ്ടോയെന്ന് എൻ്റെ കാര്യത്തിൽ എനിക്കറിയില്ല. പക്ഷെ എൻ്റെ മുമ്പിൽ കുർബാന അർപ്പിക്കാൻ വന്നു നിൽക്കുന്ന ജനം, ചിലരുടെയൊക്കെ ആറ്റിറ്റ്യൂഡിൽ ഞാനത് കണ്ടിട്ടുണ്ട്. അച്ഛ പ്രാർത്ഥിക്കണോട്ടോ, ആ വിശുദ്ധ കുർബാന ഉയർത്തുമ്പോൾ അച്ഛൻ എനിക്ക് വേണ്ടി തൊട്ടിങ്ങനെ, അച്ഛൻ ഇങ്ങനെ പിടിച്ചു നിൽക്കുമ്പോൾ എന്നെയും കൂടി ഓർക്കാവോ എന്നൊക്കെ പറയുന്ന ഒരു മനുഷ്യൻ. ഞാനൊരു ഞാറക്കൽ കൊച്ചനായിരുന്ന ഒരു ചെറുപ്പക്കാരൻ ചേട്ടാ എല്ലാ ദിവസവും എൻ്റെ അടുത്ത് ഒന്ന് പറയും, അച്ഛനെ ഈശോയെ എടുത്ത് മൂക്കൊണ്ട് ഇങ്ങനെ ഉമ്മ വയ്ക്കില്ലേ, അപ്പൊ എൻ്റെ കാര്യം ഒന്ന് പറയാമോ. ഞാനിപ്പോ അറിയാതെ ഈ പുള്ളിയുടെ മുഖം എൻ്റെ മനസ്സിൽ വരും ഇപ്പോഴും, കാരണം അയാളെന്ന് പറഞ്ഞതുകൊണ്ട്. ചിലവരൊക്കെ ഇങ്ങനെ ഓർമ്മപ്പെടുത്തിക്കൊണ്ടിരിക്കും. നമുക്കതുകൊണ്ട് ചെലവുള്ളൊരു കുർബാന അർപ്പിക്കാം. ജെറുസലേം ദേവാലയം ഒരുപക്ഷെ തകർക്കപ്പെട്ടേക്കാം, കല്ല് ശേഷിക്കാതെ. അബ്രാഹത്തിന്റെയും ദാവീദിന്റെയും ലെഗസി തലമുറകൾ വരുമ്പോൾ ശോഷണം സംഭവിച്ചേക്കാം. പക്ഷെ ചെലവുള്ള ബലി തലമുറകൾ ഓർത്തിരിക്കും. അതുകൊണ്ടായിരിക്കും നസ്രായനായ ഈശോയുടെ കുരിശിലെ ബലി ഇപ്പോഴും ജനങ്ങൾ ആഘോഷിക്കുന്നത്. അപ്പോൾ ചെലവുള്ളൊരു ബലി അർപ്പിക്കാൻ ഇന്നത്തെ വചനഭാഗം നമ്മെ ഓർമ്മപ്പെടുത്തും. താങ്ക് യു. ഓക്കെ, നമ്മുടെ കർത്താവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസം ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എന്നേക്കും. ആമേൻ. ശിംശയ്ക്ക്